മൈജിയുടെ ഹാപ്പി 100 ഓഫറുകൾക്കായി ഇന്ന് തന്നെ തൊട്ടടുത്ത മൈജി ഷോറൂം സന്ദർശിക്കൂ. അതിരുകാക്കും മലയൊന്നു തൊടുത്തേ മ്യൂസിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്റെ സ്വന്തം കോമ്പോസിഷൻസിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ്. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. കാസനോവ എന്ന സിനിമയ്ക്ക് മ്യൂസിക് കമ്പോസ് ചെയ്തു അല്ലേ? എത്ര വയസ്സ് പ്രായത്തിലായിരുന്നു? 13 വയസ്സ്. താങ്കൾക്ക് ഈ ബ്ലേഡും കത്രിയും ജീവിതത്തിന്റെ ഭാഗമായെന്ന് പറയുന്നു. എനിക്ക് BPD എന്ന് പറഞ്ഞിട്ടൊരു. എന്താണ് ആ രോഗത്തിന്റെ സ്വഭാവം? BPDക്ക് ആക്ച്വലി സൂയിസൈഡ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പൊ അതെന്താ കൈമുറിച്ചു? എവിടെയെങ്കിലും ഫ്ലഷിലൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന ബ്ലഡ് റഷ് ചെയ്യുമ്പം ഒരു സുഖം അങ്ങനെ. താങ്കളുടെ മനോഭാവത്തിന് ഒരു തെറാപ്പി ആവശ്യമായിരിക്കുന്നു എന്ന് തോന്നിയത് എന്തുകൊണ്ടാ? എനിക്ക് സന്തോഷം, ആഗ്രഹമുണ്ട്. എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് വരുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് തേടുന്നു, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഏത് ദുഃഖമായാലും കുറച്ച് കഴിയുമ്പോൾ ഈ കാലം മായ്ക്കാത്ത മുറിവില്ലെന്നൊക്കെ പണ്ട്. അത് ഭയങ്കര മണ്ടത്തരമാണ്. കാലം അങ്ങനെ ഒന്നും മായ്ക്കത്തില്ല, അതകത്തുണ്ടാവും. ഈ പ്രണയത്തിനൊരു ഗണിതശാസ്ത്രം അപ്ലൈ ചെയ്യും. തുടങ്ങുമ്പോ എല്ലാം മറ്റേ ചാവുന്നവരെ ഇള്ള കൂടെ ഒന്നും തുടങ്ങുന്നത്. അപ്പൊ ഗണേഷ് എന്നെ കണ്ടുമുട്ടിയ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നിയോ? 11ാമത്തവൻ. ഇപ്പൊ ഗണേശനോട് ചോദിച്ചാൽ ഗണേശൻ 22 എന്ന് പറയും ചിലപ്പോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, BPD പകരൂ? ഇല്ല പകരും. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഞാനൊരു കുട്ടിയുടെ അനുഭവം പറയാമെന്ന് വിചാരിച്ചു എന്ന്. ഒരു കുട്ടി നോക്കുമ്പോൾ ഒരു പൂമ്പാറ്റയുടെ പൂപ്പ അതിന്റെ തല പുറത്തേക്ക് വരാൻ വല്ലാതെ പാടുപെടുന്നു. കുട്ടിക്ക് വിഷമം തോന്നി. കുട്ടി അതൊന്ന് പൊട്ടിച്ചു കൊടുത്തു. തല വേഗം വെളിയിലേക്ക് വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോ കുട്ടി ആലോചിക്കുകയായിരുന്നു, ഇത് ഇപ്പൊ പറക്കും, പക്ഷെ പറന്നില്ല. അപ്പൊ എന്താ ഇത് പറക്കാത്ത എന്ന് ആലോചിച്ച് നിൽക്കുമ്പോ അച്ഛൻ വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് പറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ എന്താ ചെയ്ത്? ഞാനത് തല വെളിയിലേക്ക് ഇടാൻ പാടുപെട്ടപ്പോ ഒന്ന് പൊട്ടിച്ചു കൊടുത്തു, അത് ഈസി ആയിട്ട് ഇങ്ങ് പുറത്തേക്ക് വന്നു. അത് തന്നെയാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ അത് ഒരുപാട് സ്ട്രഗിള് ചെയ്ത് മുന്നോട്ട് വന്ന് ചിറകടിച്ച് തുടങ്ങിയാലേ അതിന് പറക്കാൻ പറ്റൂ. നീ അതിന്റെ കരുത്തിന് ദൗർബല്യം ഉണ്ടാക്കി. നമ്മൾ ചെറിയ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ആളുകളെ ഒരുപാട് സഹായിക്കാറുണ്ട്. വലിയ പ്രതിസന്ധി വരുമ്പോൾ അവർക്കത് നേരിടാൻ കരുത്ത് കിട്ടാതെ പോകും. ആ ഒരു നല്ല സന്ദേശത്തോടെ നമുക്ക് ആരംഭിക്കാം ക്യൂട്ടീസ് ഓഫ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ആരാണ് ഈ മത്സരവേദിയിൽ വരുന്നത്? ഒരു ഗായിക, ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് ഗൗരി ലക്ഷ്മി. ചേർത്തല പള്ളിപ്പുറത്തെ ഇസൈക്കൂട് എന്ന ഈ മനോഹരമായ വീട് പാട്ടിനോട് കുട്ടിക്കാലം മുതൽക്കേ കൂട്ടുകൂടിയ ഗൗരി ലക്ഷ്മിയുടെ സ്നേഹക്കൂടുകൂടിയാണ്. ഗൗരി ലക്ഷ്മിയുടെ മനസ്സിൽ മാത്രമല്ല, വീടിനുള്ളിലും സംഗീതം സ്വരരാഗ ഗംഗയായി നിറയുന്നുണ്ട്. ജീവിതത്തിന്റെ ഇമ്പമാർന്ന ഈണങ്ങളിൽ പ്രണയവുമായി കടന്നുവന്ന ഗണേഷ് അറിയപ്പെടുന്ന ഡ്രമ്മർ കൂടിയാണ്. ഒഴിവുനേരങ്ങളിൽ ഈണവും താളവും മുറിയാത്ത ഒരു ഗാനമാകുകയാണ് ഈ സംഗീത ദമ്പതികളുടെ ജീവിതം. ഗൗരിയുടെ അച്ഛനമ്മമാർ ഹരികൃഷ്ണനും ബിന്ദുവും ഇസൈക്കൂടിലെ സ്നേഹ സാന്നിധ്യങ്ങളായി ഇവർക്കൊപ്പമുണ്ട്. വിദ്യാലക്ഷ്മിയാണ് ഗൗരിയുടെ സഹോദരി. വിരുന്നുമുറിയിലല്ല, വീട്ടിലെ ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ സമയം ചെലവിടാനാണ് ഗൗരി ലക്ഷ്മിക്കും ഭർത്താവ് ഗണേഷിനും ഏറെ ഇഷ്ടം. 3-ാം വയസ്സിൽ സംഗീതം പഠിച്ചു തുടങ്ങിയ ഗൗരി ലക്ഷ്മി 13-ാം വയസ്സിൽ ഒരു ചിത്രത്തിന്റെ ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ചു. റോഷൻ ആൻഡ്രൂസ്, മോഹൻലാൽ, ഡോക്ടർ CJ റോയ് ടീമിന്റെ കസനോവയിലാണ് ഒരു ഗാനത്തിന്റെ വരികളും ഈണങ്ങളും ഗൗരി ഒരുക്കിയത്. എന്നും മലയാളികൾ ഏറ്റുപാടുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളിലെ ഗായികയായും ഗൗരി ലക്ഷ്മി സംഗീത പ്രേമികളുടെ പ്രിയങ്കരിയാണ്. പാട്ടും സംഗീതവും മാത്രമല്ല, ടാറ്റുവും പെറ്റ് അനിമൽസും കൂടി ഗൗരിയുടെയും ഗണേഷിന്റെയും ഇഷ്ടങ്ങളിൽ കൂട്ടുകൂടുന്നുണ്ട്. ഇസൈക്കൂടെന്ന സംഗീത സൗഹൃദ തീരത്തു നിന്നും ഉത്തരങ്ങളുടെ മുത്തുകൾ തേടി അറിവിന്റെ വേദിയിലേക്ക് ഗൗരി ലക്ഷ്മി.
ഹായ് ഗൗരി ലക്ഷ്മി. ഹലോ, നമസ്കാരം. നമ്മൾ ആദ്യം കാണുകയാ. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. ഗൗരിയുടെ പാട്ടൊക്കെ തീർച്ചയായിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഗൗരി ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ ചേർത്തലയുണ്ട്. ചേർത്തലയുണ്ട്. അവിടെയാണോ? അതെ, ഇപ്പം ഈയിടയ്ക്ക് വീട് വെച്ചതേ ഉള്ളൂ. സംഗീതം പഠിച്ച എത്ര കാലം മുതലാ? 3 വയസ്സ് മുതൽ. 3 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി അല്ലേ? Yeah. ഇപ്പൊ ഏതാ അറിയപ്പെടാൻ ഇഷ്ടം? പാട്ടുകാരിയായിട്ടാണോ? കവിയത്രിയാണ്, കമ്പോസറാണ്, പെർഫോമറാണ്? ഇപ്പൊ ഇത് ഏതിലാ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഇതൊന്നും ഇല്ലല്ലേ? മ്യൂസീഷ്യൻ എന്നുള്ള സംഭവമാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഒരു ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ളത് പെർഫോം ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാലോ, ഇഷ്ടമുള്ള ഒരു പാട്ടിന്റെ ഒരു അല്പം കേട്ടിട്ട് നമുക്ക് തുടങ്ങിയാലോ കാര്യങ്ങള്? അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത. അതിരുകാക്കും മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത. അങ്ങോ കിഴക്കത്തെ ചെന്താമര കുളിരിന്റെ ഈറ്റില്ല തറയിൽ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകത. ഓക്കെ, ഗുഡ് ഗുഡ്. അറിയാതെ വേണിച്ചേട്ടനെ ഓർത്തുപോയി. നെടുമുടി ഈ ശരീരത്ത് മൊത്തം ടാറ്റു ആണല്ലോ. അതെ, അതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ ആള്? ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര അഡിക്റ്റഡ് ആണ്. ആണോ? അത് എന്ന് പോലെ കിട്ടിയത്? ഇതൊരു 5 വർഷം മുന്നേ ഇങ്ങനെ ചുമ്മാ ചെറുതായിട്ട് തുടങ്ങിയതാണ്, പിന്നെ അതങ്ങ് വലുതായി. ഇത് ആര് ചെയ്തു വെക്കുന്നു ഈ സംഭവം? പല സ്ഥലത്തുനിന്ന് ചെയ്തത്. പല സ്ഥലത്തുനിന്നല്ലേ? ഇനി ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതെ. അപ്പൊ നമുക്ക് ഇന്നിപ്പോ ആരൊക്കെ കൂടെ വന്നിരിക്കുന്നത്? അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്. അവരോട് വിളിച്ചാലോ? ഗൗരി എന്നെ പരിചയപ്പെടുത്തു. ഇത് അമ്മയാണല്ലേ? അമ്മയാണ്. അമ്മയുടെ പേര് ബിന്ദു. അമ്മ ഇപ്പൊ എവിടെയുണ്ട്? ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലരുത്. അമ്മ ഇപ്പോൾ എവിടെയാണ്? ഞാൻ ചേർത്തല തന്നെ, തറവാട്ടിൽ തന്നെ താമസിക്കുന്നത്. അമ്മ എന്താ ചെയ്യുന്നത്? ഒരു മ്യൂസിക് സ്കൂളും റെക്കോർഡിംഗ് സ്റ്റുഡിയോയും ഉണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടെ ചെയ്യണേ. രണ്ടാളെന്ന് പറഞ്ഞാ? ഞാനും ഹസ്ബൻഡും. ഓക്കെ ഓക്കെ. അപ്പൊ അത് നന്നായി പോകുന്നുണ്ടോ? നന്നായി പോകും. കോവിഡിന് കുറച്ച് നാള് ക്ലോസ്ഡ് ആയിരുന്നു, എന്നാലും ഇപ്പം റീസ്റ്റാർട്ട് ചെയ്ത് നന്നായി പോകുന്നു. അമ്മ പാടുവോ? ഇല്ല, ഞാൻ പാട്ടാണോ ഗൗരി കിട്ടിയത്? അല്ലല്ല, അച്ഛന്റെ പാട്ട്. അച്ഛന്റെ പാട്ട്. അപ്പൊ അച്ഛന്റെ പാട്ട്. അച്ഛന്റെ പേരെന്താ? എന്റെ പേര് ഹരികൃഷ്ണൻ. ഹരികൃഷ്ണൻ. അതെ. ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കുറെ കാലമായോ? ഒരു 15 വർഷത്തോളമായി. ഉപജീവനാർത്ഥം തുടങ്ങിയതാണോ? അല്ല, ഞാൻ മ്യൂസീഷ്യനാണ്. അപ്പൊ ഞാൻ നേരത്തെ ഓർക്കസ്ട്രകളിലൊക്കെ ഉണ്ടായിരുന്നാണ്, സിംഗർ ആയിരുന്നു. അത് പിന്നെ കുറച്ചു കാലത്തിന് ശേഷം സ്റ്റുഡിയോയും ഇൻസ്റ്റിറ്റ്യൂട്ടും എല്ലാം കൂടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങേക്ക് എത്ര മക്കളാ? എനിക്ക് 2 പേര്. ഇയാളല്ലാതെ? വിദ്യാലക്ഷ്മി, രണ്ടാമത്തെ ആള് വിദ്യാലക്ഷ്മി. അയാളും പാട്ടുകാരിയാണോ? അയാൾ കുറച്ച് വയലിനൊക്കെ വായിക്കും. മകളുടെ പാട്ടിനെ അച്ഛൻ ജഡ്ജ് ചെയ്യാറില്ലല്ലോ? നേരത്തെയൊക്കെ ഇപ്പോഴും ചെയ്യും. അല്ല, നേരത്തെ ചെറുപ്പത്തിലൊക്കെ ചെയ്യുമായിരുന്നു. അത് വേറെ ആൾക്ക് വിട്ടുകൊടുത്തു കാണും ആ ഒരു പവർ. ഓക്കെ. താങ്കളുടെ പേര്? ഗണേഷ്. നമ്മളൊരു നല്ല ജോലിയില്ല, ഭർത്താവല്ലേ? ഡ്രമ്മർ ആണെന്ന് എനിക്കറിയാം. ഓക്കെ. അപ്പൊ എങ്ങനെയാ കണ്ടുമുട്ടിയത് ഗൗരിയെ? താങ്കളൊരു ഫാനായി കൂടെ ചേർന്നെന്ന് പറഞ്ഞു. അതെ, ഫാനായിട്ട് മീറ്റ് ചെയ്തു. പിന്നെ ഗൗരി വേറൊരു ബാൻഡിന്റെ ഷോ കാണാൻ വേണ്ടി ചെന്നൈയിൽ വന്നായിരുന്നു. അതിന്റെ ഡ്രമ്മർ ഞാനായിരുന്നു. അപ്പൊ കണ്ടിട്ട് പ്ലേയിങ് ഇഷ്ടപ്പെട്ടിട്ട് ബാൻഡിൽ വായിക്കാൻ വേണ്ടി വിളിച്ചു. സോ അങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് തുടങ്ങിയത് പേഴ്സണലായി, പിന്നെ പെട്ടെന്ന് എല്ലാം. ഒരു സെൽഫി എടുത്ത് ടുഗദർ ആയെന്ന് ഞാൻ ബയോഡേറ്റ കണ്ടു. അത് തന്നെ അല്ലേ? താങ്കൾ ശരിക്കും ബേസിക്കലി ചെന്നൈയാണോ? തമിഴ്നാ. എനിക്കൊന്ന് കേരളത്തിലേക്ക് മാറിയിട്ടില്ല. അല്ല, ഇപ്പോൾ ഞങ്ങൾ ചേർത്തലയിൽ സെറ്റിൽഡ് ആണ് സിൻസ് 2019. ഐ എം ബേസിക്കലി തമിഴൻ. മലയാളം നല്ല തറവായോ? ഇപ്പൊ തറവായി, വീടൊക്കെ വെച്ച് കുറെ കോൺട്രാക്ടർ പണി. ഞാൻ തമിഴിലൊന്ന് തറവാൻ ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒന്നിച്ചു പോണം. ഓക്കെ, താങ്ക് യു. അപ്പൊ 3 പേരും ഒന്ന് സഹായിച്ചോളണം ചില ചോദ്യങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോ. ഓക്കെ. അപ്പൊ എന്താ ടെൻഷന്റെ അവസ്ഥ എന്താ? സാധാരണ ഈ ഓഡിയൻസിനെയൊക്കെ കാണുമ്പോൾ, ആൾക്കൂട്ടങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങയുടെ മനസ്സിൽ ചെറിയ ചെറിയ ഭയത്തിന്റെ നിഴലാട്ടങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നു. പാടാൻ പോകുമ്പം ലൈവിനൊക്കെ ഭയങ്കര പാടി തുടങ്ങിയാലോ? അവര് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയ പിന്നെ കുഴപ്പമില്ല. അവർ റെസ്പോണ്ട് ചെയ്തിരിക്കണം. നമ്മൾ വീട്ടിലാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഹാർട്ട് ഇടിക്കുന്നുണ്ടോ നോക്കാം. ഹൃദയശൂന്യം എല്ലാം തെളിയിക്കാൻ കൂടി ഇത് ആവശ്യം. അവിടെ കൂട്ടേട്ടാ വലിയ കുഴപ്പമില്ല. ഈ 111 എന്ന് പറഞ്ഞ് ഇവിടുത്തെ സാധാരണ മത്സരാർത്ഥി ഒരു 160-70 വരെയൊക്കെ പോകുമ്പോഴേ ഉള്ളൂ ടെൻഷൻ. 111 അങ്ങ് പോകും. ഇവിടെ റിലാക്സ്ഡാ. ഇന്നലത്തെ എപ്പിസോഡിലായിരുന്നു ഞാൻ ക്ലെയിം ചെയ്തത് ലോകത്തിൽ ഏറ്റവും ടെൻഷൻ ഫ്രീ ആയി മത്സരിക്കാവുന്ന ഏക വേദിയായിരുന്നു. ഒരു ടെൻഷനും വേണ്ട. ആകെ ടെൻഷൻ ഉള്ളത് ക്വിസ് മാസ്റ്റർക്കാണ്. കാര്യം പൈസ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ടെൻഷൻ ആക്കിക്കൊണ്ടിരിക്കും. അത് മാത്രം. ഗൗരി, വളരെ സന്തോഷം. ഗൗരിയുടെ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും ഈ അടുത്ത കാലത്തായിട്ട് വേണ്ടാത്തൊരു പ്രകൃതം, ഒരു അസുഖം എനിക്ക് പിടിപെട്ടു. അതായത് ഞാൻ ഈ ഉറക്കം വരുന്നില്ലെന്നുണ്ടെങ്കിൽ ചെവിയിൽ ഈ പാട്ട് കുത്തിയിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ ഈ മൊബൈൽ ആയതുകൊണ്ട് കുറെ കഴിയുമ്പോൾ പാട്ട് നിൽക്കുമല്ലോ. അപ്പൊ എപ്പോഴും നമ്മൾ ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി പോകും. അപ്പൊ അങ്ങനെ ഗൗരി ലക്ഷ്മിയും ചില രാത്രികൾ എന്റെ ചെവിയിലുണ്ട്. അപ്പൊ പല പുതിയ പാട്ടുകാര്, അവരുടെ രീതികള്, പിന്നെ പഴയ പാട്ടുകൾ തന്നെ ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ചിലപ്പോൾ നമ്മളപ്പോ പഴയ പാട്ടുകാരുടെ ശക്തി ഓർത്തു പോകും.
യെസ്. ചിലപ്പോൾ നമിച്ചു പോകും നമ്മളിപ്പോ ദാസേട്ടന്റെ ഒക്കെ ചില പാട്ടുകളൊക്കെ നമ്മൾ അപ്പൊ ഇന്നിപ്പോ എങ്ങനെയാ മത്സരിക്കുന്നത് ഗൗരി? അതായത് 20 ചോദ്യങ്ങളുടെ 1 കോടിയിലേക്ക് നമുക്ക് കയറാം, 10 ചോദ്യങ്ങളുടെ ചാടി കയറാം. ഓക്കെ. അപ്പൊ ചാടി കയറുവോ പതുക്കെ കയറുവോ? 20 ചോദ്യം ചെയ്യാം. അല്ല, ഇത് വലിയ പ്രതീക്ഷയായിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. എന്നാലും അത് പറയാൻ പറ്റത്തില്ല അങ്ങനെ. ആ പറയൂ കുട്ടേട്ടാ. ഗൗരി ലക്ഷ്മി പരിചയപ്പെട്ടില്ലല്ലോ. യെസ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമാണ്. ചേർത്തലയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ചേർത്തലയിൽ നല്ല വിശേഷം. നാട്ടുകാരോട് എല്ലാവരോടും അന്വേഷണം അറിയിക്കൂ. ഗൗരി ലക്ഷ്മി നന്നായി പാടണം, നന്നായി മത്സരിക്കണം. 1 കോടി രൂപ നിങ്ങൾക്ക് കിട്ടട്ടെ. കുട്ടേട്ടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു യു. നമ്മളുടെ ഗൗരി ലക്ഷ്മിയെ കണ്ടാൽ വലിയൊരു പാശ്ചാത്യ ഗായകനെയും പെർഫോമറെയും നമുക്ക് ഓർമ്മ വരുന്നു. ആരാണ് അയാൾ? മൈക്കിൾ ജാക്സൺ. ഓഹോ, ഉത്തരം ശരിയാണ്. പക്ഷെ കാശ് കയറത്തില്ല. അയ്യോ, അങ്ങനെ പറയില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്നെ ചേർത്തല റിഹാന എന്ന് വിളിക്കാറുണ്ട്. വിളിക്കാറുണ്ട്. പക്ഷെ മൈക്കിൾ ജാക്സനെ വിളിച്ചിട്ടില്ല. അത് ഇനിയിപ്പോ അങ്ങനെയായിരിക്കും. ചിലപ്പം നമുക്ക് ഏടാകൂടെ ഏത് വഴിക്കാ വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോ അങ്ങനെ ആകാം. അപ്പൊ കുട്ടേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ അത് കിടക്കും. അങ്ങനെയായി കുട്ടേട്ടന്റെ ഒരു ചരിത്രം. പാട്ടിലേക്ക്, അതായത് താങ്കൾ കവിതയിലേക്ക് മാറുന്നു, പാട്ട് കമ്പോസ് ചെയ്യുന്നു, ഒരു തമിഴ്നാട് സംസ്ഥാനം കൈയടക്കി. അപ്പൊ ഇതൊക്കെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കി ശരിക്കും? അത് ഒരു പെർട്ടിക്കുലർ ഒരു മാറ്റം എന്നുള്ളതല്ലല്ലോ. ആ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു മാറ്റങ്ങളാണല്ലോ മൊത്തം ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടാക്കുന്നത്. സോ ഓൺ ദ വേ ഉണ്ടായിട്ടുള്ള ചെറിയ കുറെ അനുഭവങ്ങളും നല്ല പോസിറ്റീവ് കാര്യങ്ങളും ചേർന്ന് ലൈഫ് ജനറലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു. ഗൗരി കുട്ടിക്കാലത്തെ പാടുമായിരുന്നു? ഞാൻ പാടുമായിരുന്നു. വീട്ടിലേക്ക് എന്താ പേര് വിളിക്കുന്നത്? ഗൗരി തന്നെ. അത് തന്നെ. ഒറ്റ പേരേ ഉള്ളൂ. കെട്ടിയോൻ എന്താ വിളിക്കുന്നത്? ഗൗരി തന്നെ വിളിക്കുന്നത്. നിങ്ങള് രണ്ടുപേർക്കും തമിഴ് അറിയാമോ? ഈ ദാമ്പത്യം തമിഴ് ഇടിച്ച് നിൽക്കാറുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടായിരുന്നു തുടക്കത്തിലല്ലേ? ഇപ്പൊ അദ്ദേഹത്തിന് ഉള്ള തമിഴ് ചീത്തയായി പോയി കാണുന്ന എനിക്ക് തോന്നുന്നത്. നല്ല ലാംഗ്വേജ് ആയിരുന്നു കേട്ടോ. തമിഴ് എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ, വളരെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ റേഡിയോ സ്റ്റേഷനിലുള്ള കാലത്ത് ചില ദൃക്സാക്ഷി വിവരണത്തിന്റെ സൂപ്പർവൈസറായിട്ടുണ്ട് ആകാശവാണിയിൽ. അപ്പൊ ഞാൻ ഈ നാഞ്ചിലുള്ള ഒരാൾ കമന്ററി പറയാൻ വരുമായിരുന്നു. അദ്ദേഹം മകരവിളക്കിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്, അതിന്റെ ആ ഫ്ലവറി സ്വഭാവം. അപ്പോൾ ഞാൻ എന്നും തമിഴ് പഠിച്ച് തമിഴ് ടെലിവിഷനിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കണം എന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അടിപൊളി. മിക്കവാറും നമ്മൾ തന്നെ ചാനൽ തുടങ്ങി അവതരിപ്പിക്കേണ്ടി വരും, ആരും വിളിക്കുന്നില്ല. നമുക്ക് മ്യൂസിക് ടേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, സമകാലിക സംഗീതം, ഇതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ചോദ്യത്തിലേക്ക് പോയി പ്രേക്ഷകരെ ബോറടിപ്പിക്കാതെ നമുക്ക് ചോദിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 rupees മോണിറ്റർ. ഇനി പറയുന്നതിൽ കാഴ്ചയുമായി ബന്ധപ്പെടാത്ത ഉപകരണം ഏതാണ്? ഓപ്ഷൻ എ മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ബി കാലിഡോസ്കോപ്പ്, ഓപ്ഷൻ സി പെരിസ്കോപ്പ്, ഓപ്ഷൻ ഡി ടെലസ്കോപ്പ്, ഓപ്ഷൻ ഇ സ്റ്റെതസ്കോപ്പ്. ഓപ്ഷൻ ഇ സ്റ്റെതസ്കോപ്പ്. ഓക്കെ, ഓപ്ഷൻ ഇ സ്റ്റെതസ്കോപ്പ്. അല്ല, ഡോക്ടർമാരുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എനിക്ക് ബന്ധുക്കളുടെ കൂട്ടത്തിലേക്ക് ഡോക്ടർ ആകാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിരുന്നോ? ഇല്ല. അത്ര നല്ല പരിപാടിയായിട്ട് തോന്നി. ബുദ്ധിയൊന്നുമില്ല. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും ബുദ്ധിയുള്ളവരാണെന്നുള്ള ഡിഗ്രിയിലാണ് ജീവിക്കുന്നത് അല്ലേ? ഓക്കെ, ഓപ്ഷൻ ഇ സ്റ്റെതസ്കോപ്പ്. ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപയായി. ഗൗരിയിൽ ഒരു പാട്ടുകാരി ഉണ്ടെന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഏത് വർഷമോ? കുഞ്ഞിലെ മുതൽ പാടുമായിരുന്നു. പ്രൊഫഷണലി അച്ഛൻ പാട്ടുകാരനായുള്ള ഗുണം എന്തായിരുന്നു? അത് വേറെ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഉണ്ടാവത്തില്ല. ഇല്ല, അത് പൊക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പം കോമ്പറ്റീഷൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യാനൊക്കെ വീട്ടിൽ തന്നെ ആളുണ്ടാവും. അങ്ങനെ അച്ഛൻ പാട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ കുട്ടികൾ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പം കോമ്പറ്റീഷൻ, ലൈറ്റ് മ്യൂസിക്, എന്തെങ്കിലും സ്റ്റേറ്റ് ഫെസ്റ്റ്, ഡിസ്ട്രിക്ട് ഫെസ്റ്റ് ഒക്കെ വരുമ്പോ വീട്ടിൽ തന്നെ പഠിപ്പിക്കാൻ ആളുണ്ടാവും. ആദ്യമൊക്കെ സ്വന്തം ശബ്ദം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കേൾക്കുമ്പോ എന്താ? എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ആരാണ് ഈ താല്പര്യം വിട്ട് പിറകെ കൂടിയത്? അത് കുറെ വർഷത്തിന് ശേഷം ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോഴാണ് ആ ഒരു ഇൻട്രസ്റ്റ്. ഓക്കെ, ഇത് വെച്ചിട്ടും ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അല്ലേ? അച്ഛന്റെ പാട്ട് എങ്ങനെയായിരുന്നു? മകൾ വിലയിരുത്തുമായിരുന്നു അതോ അച്ഛൻ നല്ല ചീത്ത പറയായിരുന്നു? എന്ത് ഇങ്ങനെ പാടുന്നത്? അച്ഛന്റെ പാട്ട് എങ്ങനെയായിരുന്നു വിലയിരുത്തുന്നത്? അന്നത്തെ പാട്ടാണ് ഞാൻ ചോദിച്ചത്. അന്ന് ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു അടിപൊളി പരിപാടിയായിരുന്നു. അന്നത്തെ ആ ഒരു സ്റ്റൈൽ ഓഫ് സിംഗ് ഉണ്ടല്ലോ, ആ ഒരു എറയിലുള്ള സ്റ്റൈൽ ഓഫ് സിംഗിങ്, ആ ഒരു സ്റ്റൈലിൽ തന്നെ പോകുന്ന ഒരാളായിരുന്നു. കാസനോവ എന്ന സിനിമയ്ക്ക് മ്യൂസിക് കമ്പോസ് ചെയ്തു അല്ലേ? പാട്ടും പാടിയോ? അല്ല, കമ്പോസ് ചെയ്ത് എഴുതി കമ്പോസ് ചെയ്ത്. എത്ര വയസ്സ് പ്രായത്തിലായിരുന്നു? 13 വയസ്സ്. 13 വയസ്സ്. അതെങ്ങനെ അങ്ങനെ അവസരം കിട്ടി? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് ഇങ്ങനെ, പ്രത്യേകിച്ച് മോഹൻലാൽ സിനിമയായിരുന്നല്ലോ അത് അല്ലെ? അത്തരം ഒരു സിനിമയിലേക്ക് പ്രവേശനം കിട്ടിയെന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഡേവിസ് കരേര, ഡേവിസ് അങ്കിളിന്റെ ഫ്രണ്ട് ആയിരുന്നു റോഷൻ ആൻഡ്രൂസ്. സോ അങ്ങനെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ ആസ് യൂഷ്വൽ കുറെ പേര് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് പാട്ട് പാടിക്കും. അപ്പൊ അങ്ങനെ എന്നെ കൊണ്ട് പാട്ട് പാടിച്ച്, പക്ഷെ പാടിയപ്പോഴേക്കും സ്വന്തം പാട്ട് തന്നെ പാടിയപ്പം ലൈക്ക് ഹി ഗോട്ട് റിയലി ഇംപ്രസ്ഡ്. സോ അങ്ങനെ ആ പാട്ട് നേരെ എടുത്ത് സിനിമയിലോട്ട് വരികയാണ്. ആ പാട്ടിന്റെ അതൊന്ന് മൂളിയല്ലോ. സഖിയേ
നിൻ കൺമുനകളിൽ നിൻ പാൽ പുഞ്ചിരിയിൽ ഞാൻ അറിയുന്നു എന്നോടുള്ള നിൻ സ്നേഹം സ്നേഹം സഖിയേ. റോഷൻ ആൻഡ്രൂസ് ഇത് സിനിമയിൽ എടുക്കാൻ പോവാണെന്ന് എപ്പോഴാ പറഞ്ഞത്? ആ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ഇല്ലില്ല, കുറെ നാൾ കഴിഞ്ഞിട്ട്. ആ വിളി വന്ന എങ്ങനെയായിരുന്നു? ഒരു നട്ടപ്പാതിരെ കയറി? അല്ല, അത് കഴിഞ്ഞ ഒരു പ്രാവശ്യം നേരിട്ട് വീണ്ടും മീറ്റ് ചെയ്തായിരുന്നു. സോ അങ്ങനെയാണ് ഈ പാട്ട് സെലക്ട് ആയിന്ന്. അന്ന് ട്രൈ ചെയ്യാം, നോക്കാം, അങ്ങനത്തെ ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇതുപോലെ വേറെ ഏതോ റാൻഡം സ്കൂൾ കോമ്പറ്റീഷൻ ഇടയ്ക്ക് വെച്ചാണ് കോള് വരുന്നത്, ഈ പാട്ട് ഇങ്ങനെ മൂവിയിലേക്ക് സെലക്ട് ആയെന്ന് പറഞ്ഞു. സന്തോഷമായോ? ത്രില്ലടിച്ചോ? അങ്ങനെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനുള്ളൊരു പ്രായം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ നല്ലൊരു പ്രൈസ് കിട്ടിയ പോലത്തെ ഒരു സംഭവം. ഇന്നാണ് നമ്മളൊന്ന് അല്ലേ അച്ഛന്റെ പാട്ടായിരിക്കാം മിക്കവാറും മകളിലേക്ക് അതിഥിയായിട്ട് ഇറങ്ങി ചെന്നെന്ന് തോന്നുന്നു. ആയിരിക്കാം അല്ലേ? അങ്ങ് എങ്ങനെയൊക്കെയുള്ള പാട്ടുകളായിരുന്നു പാടുന്നതെന്ന്? ഞങ്ങളുടെ 2 ലൈൻസ് കേൾക്കാൻ ചിലപ്പോൾ അന്നത്തെ പ്രേക്ഷകരൊക്കെ ഇന്നും ഉണ്ടാവും. ഞങ്ങളൊക്കെ പാടിയിരുന്ന അന്ന് 80s 90s ആണ്. അതെ. ആരുടെ പാട്ടുകളാണ് കൂടുതലും പാടിയിരുന്നത്? അല്ല, അന്ന് ഈ രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ ഒക്കെ ഒരു കാലഘട്ടമാണ്. ഒരു മൈക്കോട് ഇരിപ്പുണ്ട്. അങ്ങനെ ഒരു 2 ലൈൻ ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ അതൊരു സുഖമല്ലേ? എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു പറന്നു വന്നു, പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. ഓക്കെ, ഗുഡ്, സന്തോഷം. ഗൗരി, ആ കാസിനോവ റിലീസ് ചെയ്തപ്പോ തിയേറ്ററിൽ പോയി കണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ എന്താ തോന്നിയത്? സ്ക്രീനിലൊക്കെ നമ്മൾ അതും ഒരു പേരൊക്കെ എഴുതി വരുമ്പോഴേക്കും കൊള്ളാം. തെറ്റില്ല അല്ലേ? സ്കൂളിലൊക്കെ താരമാ. ഏത് സ്കൂളിലാണ് അപ്പൊ പഠിച്ചുകൊണ്ടിരുന്നത്? ഞാൻ സെന്റ് മേരി ഓഫ് ലൈവ് എന്ന് പറഞ്ഞ പള്ളിപ്പുറം തന്നെ. ഗൗരി ടോട്ടലി ചേർത്തൽ തന്നെയായിരുന്നു അല്ലേ? അവിടെ വിട്ടുപോയിട്ടില്ല? എറണാകുളത്തോട്ടൊന്നും ഇറങ്ങി? ഒരു ഡിഗ്രി വരെ അവിടെ തന്നെയായിരുന്നു. ഓക്കെ, വിദ്യാഭ്യാസം എങ്ങനെയൊക്കെ ആയിരുന്നു? +2 വരെ ചേർത്തല തന്നെയായിരുന്നു. ഡിഗ്രി BA മ്യൂസിക് ആൻഡ് MA മ്യൂസിക് ആയിരുന്നു. BA മ്യൂസിക് RLV കോളേജ്, തൃപ്പൂണിത്തുറ. MA ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പൊ എന്തോ പഠിച്ചു അവിടെ പോയി? മ്യൂസിക് തന്നെ? മ്യൂസിക് തന്നെ. MA മ്യൂസിക് തന്നെ. ഓക്കെ, അപ്പൊ മ്യൂസിക് വിട്ടിട്ടില്ല നമ്മള്, അക്കാഡമിക്കലി നമ്മളത് തന്നെ. അപ്പൊ ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു? അപ്പൊ ഞാനില്ലല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുമല്ലേ, പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ. അപ്പൊ അതൊക്കെ അവിടെ നടക്കുന്നൊന്നും ആ ഉത്സവത്തിലൊന്നും നമ്മൾ ചേർന്നില്ല അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പടം അറ്റംപ്റ്റ് ചെയ്തോ? അത് കഴിഞ്ഞ് ഒരു കമ്പോസിംഗ്, പിന്നെ ഇഷ്ക് എന്ന് പറഞ്ഞ റീസെന്റ് ഷൈൻ നിഗം ആ മൂവിയില് ഒരു പാട്ട്, അത് ഓൾറെഡി ചെയ്ത് വെച്ച ഒരു പാട്ടായിരുന്നു. ഓൾറെഡി യൂട്യൂബിൽ റിലീസ് ആയ സോങ് ആയിരുന്നു. അത് വീണ്ടും ഒരു മൂവിയിലേക്ക് ഫീച്ചർ ചെയ്യുമായിരുന്നു. ആ പാട്ടിന്റെ കൂടെ 2 ലൈൻ നമുക്ക് കേൾക്കാം. ഇതൊരു റാപ്പാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് പാടി നോക്കാം. അത് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്ന് അറിയില്ല. ഉറക്കമില്ല രാത്രികളും ഉണർവില്ല പകലുകളും ഇഴഞ്ഞു നിരങ്ങി കുരച്ചു കടന്നുപോയി. ദേഹം വിറച്ചും ഉള്ളം കിതച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും മെല്ലെ ചൊല്ലി ഞാൻ ഈ നേരവും കടന്നു പോകും. ഓക്കെ, ഈ നേരവും കടന്നു പോകും. അത് വളരെ ലോക സത്യമാണ് അല്ലേ? നമുക്കിനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് 20,000. ഗൗരി, മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്: തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ക്യൂബ, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി അർജന്റീന, ഓപ്ഷൻ ഡി ചിലി. ഹെൽപ്പ് വേണം. അപ്പൊ കുട്ടേട്ടോട് ചോദിക്കാം. കുട്ടേട്ടാ, പ്ലീസ് ഹെൽപ്പ്. ഗൗരി ലക്ഷ്മി 2 ഓപ്ഷൻസ് പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമായിരിക്കും. ഓക്കെ. എ ക്യൂബ, സി ബ്രസീൽ. ബ്രസീൽ. പൂട്ടാമോ എനിക്ക്? ഞാൻ പൂട്ടുന്നു, ധൈര്യസമേതം പൂട്ടുന്നു. അമ്മ ഇത് ശരിയായിരിക്കുമോ? ശരിയായിരിക്കാം. അമ്മക്ക് വിശ്വാസമാകില്ലല്ലേ? നമുക്ക് എന്തൊരു കോൺഫിഡൻസ് പറയുന്നതിൽ. ഓപ്ഷൻ സി ബ്രസീൽ. ഗൗരി ലക്ഷ്മി, ഓപ്ഷൻ സി ഞാൻ പൂട്ടിയെ തുറക്കുന്നു. ബ്രസീൽ എന്ന് പറയുന്ന രാജ്യത്തെ ഞാൻ നോക്കി കാണുന്നു. നോക്കിയപ്പോ കൊള്ളാം, ഉത്തരം ശരിയാണ്. ബ്രസീൽ.
അപ്പൊ 20,000 രൂപ നമ്മുടെ കേസിലുണ്ട്. പക്ഷെ ഒരു പിടിവള്ളി പോയി. നീ കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി ഉണ്ട്, ഇവരുടെ ഒരു പിടിവള്ളി ഉണ്ട്, രണ്ടെണ്ണം. താങ്കൾക്ക് ഈ ബ്ലേഡും കത്രിയും ജീവിതത്തിന്റെ ഭാഗമായെന്ന് പറയുന്നു, അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ബ്ലേഡും എപ്പോഴും അടുത്ത് വെക്കുമായിരുന്നു പറഞ്ഞു ജീവിതത്തിൽ കുട്ടിക്കാലത്തൊക്കെ? ഇല്ല, എനിക്ക് BPD എന്ന് പറഞ്ഞിട്ടൊരു എന്താണ് ആ രോഗത്തിന്റെ സ്വഭാവം? രോഗമല്ല, ഒരു കണ്ടീഷനാണ്. ഇൽനെസ് അല്ലല്ലോ, ഡിസോർഡർ ആണ്. ജനറ്റിക് ആയിരിക്കാം, അല്ലെങ്കിൽ വളർന്ന് വന്ന കൂട്ടത്തിൽ വന്നതായിരിക്കാം. BPD, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. സോ ഇത് സെൽഫ് ഹാം എന്നുള്ളത് അതിന്റെ ഒരു സ്വയം. അതെ. അങ്ങനെ എപ്പോഴെങ്കിലും ഹാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത് മൾട്ടിപ്പിൾ ടൈംസ് ഉണ്ടായിട്ടുണ്ട്. ഹാം എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഹാം ആണത്? ചാവാൻ വേണ്ടിയൊന്നും അല്ല, ചുമ്മാ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അത്രേ ഉള്ളൂ, അല്ല വലിയ അപകടം പിടിച്ച വഴിയിലൊന്നും. അല്ല, അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. അത് BPDക്ക് ആക്ച്വലി സൂയിസൈഡ് റേറ്റ് ഭയങ്കര ഹൈ ആണ്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആ ഒരു പെട്ടെന്ന് ആ ഒരു ഇമോഷണൽ പെയിൻ ഒന്ന് നമ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഫിസിക്കൽ പെയിനിലോട്ട് പോകും. അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ അതെന്താ കൈ മുറിച്ചോ? അത് എന്താ ചെയ്ത്? എവിടെയെങ്കിലും ഫ്ലഷിലൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്ന ബ്ലഡ് റഷ് ചെയ്യുമ്പോൾ ഒരു സുഖം, അങ്ങനെ ആശ്വാസം വരും. ജനറലി ചില ആളുകൾക്കുണ്ടല്ലോ ഭയങ്കര ആങ്കർ ഇഷ്യൂസ് ഉള്ളവര് അതിൽ നമുക്ക് ഏറ്റവും മൂർച്ച കുറഞ്ഞ ആയുധം അവിടെ വെച്ചാൽ അത് നമ്മൾ രക്ഷപ്പെടും. ഇപ്പൊ നമ്മൾ വലിയ ഒരു കടാരി എടുത്ത് വെച്ചാൽ അത് വെച്ച് കുത്തത്തില്ലേ, അപ്പൊ അത് അപകടമാവൂല്ലോ. രക്ഷപ്പെടാനുള്ള നല്ല തെറാപ്പി എടുക്കുക, ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അതാണ്, അല്ലാതെ ബ്ലേഡ് എടുത്ത് പരിപാടി അതാണ് അല്ലേ? സൈക്കോളജിസ്റ്റുകളും മനഃശാസ്ത്രജ്ഞന്മാരും ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്, ഈ BPD കുറിച്ച്? BPD എന്ന് പറയുന്നത് ഒരു മൂഡ് ഡിസോർഡർ ആണ്, മൂഡ് ബേസ്ഡ് ഡിസോർഡർ ആണ്. നമുക്ക് ഇമോഷൻസ്. മൂഡി ക്യാരക്ടർ ആണോ? മൂഡി അല്ല, ഞാനൊരു എക്സ്ട്രീം മൂഡ്സ് ഉള്ള ഒരാളാണ്. ഒന്നല്ലെങ്കിൽ ഭയങ്കര താഴെ, അല്ലെങ്കിൽ ഭയങ്കര. ഗണേശന് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള അപ്പോ ഞങ്ങൾ രണ്ടുപേരും തെറപ്പി എടുത്ത് നല്ല ഹാപ്പി ആയിട്ട്. എനിക്കൊന്ന് രണ്ടുപേരും രണ്ടു വഴിക്ക് മൂഡ് ചേഞ്ച് ആവുന്നവരാ അല്ലേ? പിന്നെ പ്രശ്നമില്ല, എവിടെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒന്നിക്കും. ഓക്കെ. അപ്പൊ ഗൗരിലക്ഷ്മി അത് ഇപ്പം എനിക്കൊന്ന് മ്യൂസിക്കിലേക്കും കമ്പോസിംഗിലേക്കും കവിത എഴുത്തിലേക്കും ഒക്കെ തിരിഞ്ഞപ്പോ ഇത് ഒരുപാട് കുറഞ്ഞു കാണും അല്ലേ? ഇത് പേഴ്സണാലിറ്റി ഒരു പരിധിവരെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ അടിപൊളിയാണ്. ലൈക്ക് വർക്ക് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇതൊന്നും നമ്മൾ ഓർക്കില്ല. വർക്ക് എന്ന് പറഞ്ഞാൽ വർക്കാണ്. ഞാൻ താങ്കളുടെ കരിയർ ഗ്രാഫിലൂടെ കടന്നു പോയപ്പോ ചിലപ്പോഴൊക്കെ ഇന്ത്യ വിട്ടു പോകണമെന്ന് തോന്നുന്നുണ്ട്. അത് ഈ BPD ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും? എല്ലാം ഈ അല്ലേ? ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഈ BPD വന്നുകൊണ്ട്? അതുകൊണ്ട് ഗുണം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറുമ്പോ നമുക്ക് ഇങ്ങോട്ടൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുമ്പോ അതൊരു 10 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് ഈ ഒരു BPDയുടെ ഒരു സൈഡാണ്. അതോ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും മറ്റേ ക്ലാഷ് ആവുന്നതും ഇതിന്റെ ഭാഗത്ത് പ്രശ്നമാവൂല്ലേ? ഓക്കെ. അത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ലേ ഈ ടാറ്റു? ഇല്ല. ടാറ്റു ഇതിന് വ്യത്യാസമല്ലേ? ഈ ടാറ്റു ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് ചെയ്താണോ അതോ? അങ്ങനെയും വേണമെങ്കിൽ പറയാം. ജനറലി ടാറ്റു പണ്ട് പോലെ കാണാൻ ഇഷ്ടമായിരുന്നു. ടാറ്റു ചെയ്ത ആളുകളെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗണേശ് അത് കുത്തുന്നുണ്ടല്ലോ? ഗണേശേ, ടാറ്റു കുത്തിയതിനു ശേഷം ജീവിതം രക്ഷപ്പെട്ടോ? അല്ല, ഇത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 30,000 രൂപയുടെ ചോദ്യം. 30,000 മോണിറ്റർ. ഗൗരി, ഒരു പാട്ടുള്ള വീഡിയോ കാണാൻ പോകും. നമുക്ക് ഇത്തിരി വലിപ്പത്തിൽ LED കാണാം. ചോദ്യം ഇതാണ്, ഏതാണ് ഈ ചിത്രം? ഓപ്ഷൻ എ പിക്കറ്റ് 41, ഓപ്ഷൻ ബി പിക്കറ്റ് 42, ഓപ്ഷൻ സി പിക്കറ്റ് 43, ഓപ്ഷൻ സി പിക്കറ്റ് 44, ഓപ്ഷൻ ഇ പിക്കറ്റ് 45. പിക്കറ്റാന്ന് മാത്രമേ എനിക്ക് ഓർമ്മ. അതെ, 41 ആണോ 42 ആണോ 41 ആണോ അല്ലേ? അതാണ് പ്രശ്നം. മേജർ രവിയുടെ ചിത്രമായി അല്ലേ? ഉത്തരം ഒന്നുകൂടെ പറഞ്ഞു, എനിക്കൊരു ധൈര്യത്തോടത് റിസീവ് ചെയ്യാൻ. പിക്കറ്റ് 43. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നിങ്ങള് കല്യാണം കഴിച്ചത് ഒരു പ്രണയ വിവാഹം എന്ന് പറയാൻ പറ്റും. ലവ് മാരേജ് ആയിരുന്നു. ഈ മാരേജിന് മുമ്പ് പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. എന്നിട്ട് അതെന്താ ആ പ്രണയത്തിന്റെ ഒന്നും വഴി പോകാതെ ഇതുവഴി നടന്നത്? അതൊന്നും കറക്റ്റ് കുറച്ച് നാള് പോകുമ്പോഴാണല്ലോ മനസ്സിലാവുക. സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങൾ ഉണ്ടായിരുന്നു. എന്താ കുട്ടേട്ടാ? ഗൗരി ലക്ഷ്മിക്ക് 11ഓളം പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്രയും നമ്പർ ഉണ്ടോ? ഉണ്ട്. ഇത് കുട്ടേട്ട എവിടെ നിന്ന് മനസ്സിലാക്കി വെച്ചു? കുട്ടേട്ടന് എല്ലാം അറിയാം ബോസ്. കുട്ടേട്ടന് എല്ലാം അറിയുന്നു. ആദ്യത്തെ പ്രണയം ഉണ്ടാവുന്നത് 1ാം ക്ലാസ്സിൽ അല്ലേ? ഈ ഒന്നിനോട് വലിയ താല്പര്യമല്ലേ? ആർട്ട് ബീറ്റ് 111, 11 പ്രണയം. ആദ്യത്തെ പ്രണയം 1ാം ക്ലാസ്സിൽ. എല്ലാം അല്ലേ ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1ാം നിലയിൽ എത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലുത്. അങ്ങനെയുണ്ട്. ലക്കി നമ്പർ 1 ലക്കി നമ്പർ 1. ഓ ഗ്രേറ്റ്. അപ്പോ ഈ 1ാം ക്ലാസ്സിൽ സത്യം പറഞ്ഞാൽ ഈ പ്രണയമാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സമയമല്ലേ 1ാം ക്ലാസ്സിൽ? അത് ആരോടാ അങ്ങനെ ഒരു
അനുഭവം തോന്നിയത്? അപ്പൊ അതിന്റെ പേര് റിനോ ജോസഫ് എന്നായിരുന്നു. ഇത് മറ്റേ ആ സമയത്ത് നമ്മൾ സിനിമ ഇപ്പൊ എനിക്ക് അനിയത്തിപ്രാവ് സിനിമ കണ്ടെങ്കിൽ കുഞ്ചാക്കോവനോട് ഭയങ്കര പ്രേമമായിരുന്നു. അപ്പം ആ സമയത്ത് അത് കഴിഞ്ഞ ഏതോ ഈ ശാലിനി ഹരിശ്രീ അശോകൻ ഒക്കെ ഉള്ള ഏതൊരു സിനിമ TV-യിൽ വന്നു കഴിഞ്ഞിട്ട് അപ്പൊ എന്റെ കയ്യിൽ മറ്റേ അനിയത്തിപ്രാവിന്റെ ചെറിയൊരു ഓഡിയോ കാസറ്റ് വീട്ടിയിരിപ്പുണ്ട്. അത് എത്ര 4 വയസ്സ് 5 വയസ്സുള്ളപ്പോ. അപ്പം ഈ ശാലിനിനെ ഞാൻ TV-യിൽ കണ്ടോണ ഞാൻ ഓടിപ്പോയിട്ട് കാസറ്റ് എടുത്തിട്ട് കുഞ്ചാക്കോവനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മറ്റേ പുള്ളിക്കാരി ഇവിടെ TV-യിലുണ്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ആയിരുന്നല്ലേ? യെസ്. ഇപ്പോഴും കുഞ്ചാക്കോവന്റെ ഫാനാണോ? ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പ്രണയം അങ്ങോട്ട് പോയി, പ്രണയം വണ്ടി അതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടി പിടിക്കും, അടുത്ത ലൊക്കേഷനിലേക്ക് പോകും. ഇത് എന്തെങ്കിലും സീരിയസ് ആയ ലെവലിലേക്ക് എപ്പോഴാ പോയത്? സീരിയസ് ആയിട്ട് 2-3 വളരെ സീരിയസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അതെ. അത് പാട്ടുമായി ബന്ധപ്പെട്ടവരാണോ അതോ? യെസ്, മോസ്റ്റ്ലി. എന്നിട്ട് അവരവരെ ഒഴിക്ക് പോയോ അതോ? അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തുമ്പോഴേക്ക് സെറ്റ് ആവില്ല എന്ന് മനസ്സിലാവും. ഇപ്പൊ ലൈഫ് ലോങ് പോകുമ്പോൾ ഒരു കാഴ്ചപ്പാട് നമുക്ക് സെറ്റ് ആവത്തില്ലേ വിട്ടേക്കുക എന്നുള്ളതാണോ? അതാണല്ലോ ആരോഗ്യപരമായിട്ടുള്ളൊരു സംഭവം. അതാണല്ലോ നിരാശ കാമൂന്മാരെ കടക്കുന്നൂലെ നഷ്ടബോധത്തിൽ ഉലയുന്ന അതൊക്കെ ഉണ്ടാവും. ഉഴലൊക്കെ ഒഴലിയിട്ടുണ്ടല്ലേ? എന്നിട്ട് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? അപ്പൊ ഇത് നോർമലി നമ്മൾ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ ഒരാളോട് ഇഷ്ടം തോന്നി നമ്മൾ അയാളുടെ കൂടെ കുറച്ച് ദിവസം നടന്നു അല്ലെങ്കിൽ പ്രണയിച്ചു, അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അയാൾ കടന്നു പോയി കഴിയും, നമ്മൾ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാറില്ല. ആലോചിച്ച് കുറച്ച് നാളൊക്കെ എടുക്കും അത് മാറാൻ. പക്ഷെ ഇപ്പൊ നമ്മൾ ലൈഫ് ലോങ് ഒരാളുടെ കൂടെ ജീവിക്കുമ്പോഴേക്കും അത്രയും കോമ്പാറ്റബിലിറ്റി ഉറപ്പാക്കിയിട്ട് വേണ്ടേ നമ്മൾ ആ സ്റ്റെപ്പിലോട്ട് പോവാൻ. ഈ പ്രണയത്തിൽ ഒരു ഗണിതശാസ്ത്രം അപ്ലൈ ചെയ്യൂ. കുറച്ചെങ്കിലും ലോജിക് ഇത് വേണം. എത്ര കൊല്ലം നീണ്ടു നിൽക്കും അതൊക്കെ അങ്ങനൊന്നും ആലോചിക്കില്ല. തുടങ്ങുമ്പോ എല്ലാം മറ്റേ ചാവുന്ന വരെ ഉള്ള കൂടെ ഒന്നും തുടങ്ങുന്നത്. പിന്നല്ലേ കളി അല്ലേ? അപ്പോ ഗണേഷ് എന്നെ കണ്ടുമുട്ടിയ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നിയോ? 11ാമത്തവൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയല്ലേ ഗണേഷ്? യു ആർ ദ 11th ഗായ്. ഇപ്പൊ ഗണേശനോട് ചോദിച്ചാൽ ഗണേശൻ 22 എന്ന് പറയും ചിലപ്പോ. ഗണേശൻ ഞാനത് ചോദിക്കുന്നില്ല. ഐ എം നോട്ട് ആസ്കിംഗ് ദാറ്റ് ക്വസ്റ്റ്യൻ. ഗണേശിനെ കണ്ടപ്പോ ഒരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പോകണം എന്ന് തോന്നി. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻപുട്ട് ആണല്ലോ. നമുക്ക് എന്ത് വില തരുന്നു, വിഷമിച്ചിരിക്കുമ്പോ എന്തുമാത്രം കൂടെ നിൽക്കുന്നുണ്ട്, അതൊക്കെയാണല്ലോ നോക്കുന്നത്. ഈ ഗൗരി ലക്ഷ്മി ഒരു ഇൻട്രോവേർട്ട് ആയ ക്യാരക്ടറാണ്, ഒരു അന്തർമുഖി. ഈ ബഹിർമുഖം എങ്ങോട്ട് പോകുന്നു? ബഹിർമുഖം വളരെ റെയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ മാത്രമേ പുറത്തു വരൂ. എനിക്ക് പക്ഷേ അങ്ങനെയല്ല, താങ്കളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ല വൈബ് കിട്ടുന്നുണ്ട്. മാത്രമല്ല താങ്കൾക്ക് ഒരു എക്സ്ട്രോവേർട്ട് സ്വഭാവം ഉണ്ടെന്ന് തോന്നുകയാണ്. അപ്പോ മാത്രമല്ല താങ്കൾ വളരെ പ്ലീസിംഗ് പേഴ്സണാലിറ്റിയാണ്. ഒരു ഗ്രേസോടെയാണ് താങ്കൾ തമാശകൾ പോലും പൊഴിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു നല്ല ക്യാരക്ടറിന്റെ ഭാഗമല്ലേ? അപ്പോ ഗൗരി ലക്ഷ്മി ഞാൻ ചോദിക്കുന്നത്, ഈ ഇൻട്രോവേർട്ട് നമ്മൾ സ്വയം അടിച്ചേൽപ്പിച്ച ഒരു ബിഹേവിയറൽ സ്വഭാവമാണ്? സ്വയം അടിച്ചേൽപ്പിക്കുന്നതല്ല, നമ്മളൊരു സെൽഫ് ഒബ്സർവേഷൻ തോന്നുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നി ഇപ്പൊ റെഗുലർ ആയിട്ട് തെറാപ്പി എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കംപ്ലീറ്റ്ലി ഞാൻ ഇൻട്രോവേർട്ട് അല്ല, കുറച്ച് സമയം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് പെർഫെക്റ്റ് ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ ബിഗ് നോ ആണ് അല്ലേ? അപ്പൊ നമുക്കിനി ഒരു കാര്യം അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നമുക്കിനി 40,000 രൂപയുടെ ചോദ്യം, 40,000 മോണിറ്റർ. ഏത് സംസ്ഥാനത്താണ് ജോഗ് വെള്ളച്ചാട്ടം? ഓപ്ഷൻ എ തെലങ്കാന, ഓപ്ഷൻ ബി ഗോവ, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കർണാടക, ഓപ്ഷൻ ഡി ഗുജറാത്ത്. ജോഗ് ഫാൾസ് കർണാടക. ഓപ്ഷൻ ഡി കർണാടക. പൂട്ടാമല്ലോ? ഓക്കെ. അപ്പൊ 40,000 രൂപയുടെ ചോദ്യം ഉത്തരം ശരിയാ. താങ്കൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ? അല്ലെ, നിങ്ങൾ പ്രണയിച്ചു തുടങ്ങിയപ്പോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? വളരെ പെട്ടെന്ന് തീരുമാനിച്ചു. അതെന്താ ഈ ഓടിപ്പോക്കളെന്ന് വിചാരിച്ചോ പുള്ളി? ഇല്ല, എന്നോട് ഇങ്ങോട്ടാ ചോദിച്ചത്. ആണോ? അയ്യോ എന്റെ ഗണേഷ്, അതെന്താ അങ്ങനെ വേഗം കയറി ചോദിച്ചത്? ഗണേഷിന് പഠിക്കാൻ സമയം വേണ്ടേ? ഇല്ല, എനിക്ക് സമയം വേണ്ടേ? സമയം ഫാനല്ലേ ഗണേശൻ. ഇത് മലയാളത്തിലാണോ തമിഴാണോ ചോദിച്ചത്? ഏത് ലാംഗ്വേജിലാണ് ചോദിച്ചത്? കല്യാണം പണിക്കാൻ കേട്ടോ, നമ്മ കല്യാണം പണിക്കലാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ശരി ശരി എന്ന് പറഞ്ഞല്ലേ? ഇത് മനസ്സിലായിട്ടാണോ ശരി ഉത്തരം എന്ന് പറഞ്ഞത്? അതോ ഇത് വേറെ എന്തോ കാര്യം പറഞ്ഞത്? കല്യാണം പണിക്കലാന്ന് പറഞ്ഞപ്പോ നമ്മ ഓക്കെ. വളരെ പെട്ടെന്ന് അല്ലേ നിങ്ങളൊരു എത്ര പ്രണയബദ്ധരായി നടന്ന എത്ര കാലമുണ്ട്? ആഴ്ചകൾ മാത്രം. അത്രേ ഉള്ളൂ. മാത്രല്ല ഈ ചെറിയ പ്രായത്തിലെ കല്യാണം കഴിച്ച് നമ്മുടെ കവിതയുടെ കൂമ്പടക്കണം എന്ന് തീരുമാനിച്ചോ? അല്ല, കല്യാണം കൂടിയോ? ആരായാലും എഴുതി പോവും. ഇല്ല, കല്യാണം കഴിച്ചപ്പോഴേക്കും കുറച്ചുകൂടി ബ്രോഡർ ആയ പോലെ തോന്നി എനിക്ക്. മനസ്സാണെങ്കിലും ജനറലി ജീവിതമാണെങ്കിലും നമ്മുടെ കാര്യങ്ങൾക്ക് ഒരാളും കൂടെ സപ്പോർട്ട് ചെയ്യുമ്പം അത്രയും പണി നമുക്കും കുറവാണല്ലോ. ലൈക് ജനറലി ഇപ്പൊ ഒരേ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരേ വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഒരു ഭയങ്കര അടിപൊളി പരിപാടിയാണ്. പിന്നെ ജനറലി എല്ലാ കാര്യങ്ങൾക്കും ഒരാളും കൂടി
അത് നല്ലൊരു കാര്യമാണ്. ആണോ? നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ഒരു പൊതുവെ ഒരു സെലിബ്രേഷൻ മൂഡാണോ? അല്ല, നമ്മളെല്ലാം വളരെ മിണ്ടാണ്ട് ഓരോ മൂലയ്ക്കും ഇരിക്കുന്ന ആളുകളാണ്. റിസർവ് ടൈപ്പ് ആണോ നിങ്ങള്? അതെ അതെ. അച്ഛനും റിസർവ്ഡ് ആണോ? യെസ്. അത് അമ്മയുടെ മാത്രമാണോ അത് നിങ്ങൾ എല്ലാവരും റിസർവ്ഡ് ആണോ? എല്ലാവരും റിസർവ്ഡ് ആണ്. ഗണേശനടുത്ത് അത്? ഇല്ലല്ല, ഗണേശനടുത്ത് തന്നെ ഒരു മാസം കഴിഞ്ഞാണ് മര്യാദയ്ക്ക് സംസാരിച്ചു തുടങ്ങിയത്. അല്ല, അച്ഛനോ? ആഹാ, അച്ഛൻ അത്രയും വലിയ ഗൗരവം സ്വന്തമാക്കിയ ആളാണ്. ഈ പാട്ടൊക്കെ ഗൗരവത്തിൽ പാടുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു ഈ പാട്ടിൽ പാടുമ്പോൾ മാത്രമേ ഉള്ളൂ ഗൗരവം. എന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു ഫിലോസഫി മരുമോനെയൊക്കെ നിലയ്ക്ക് നിർത്തണം എന്നുള്ളതാണോ? പൊതുവെ റിസർവ്ഡ് ആണ്. ഒരു സ്വഭാവ വിശേഷമായിട്ട് വളർത്തിയെടുത്താണോ അതോ അല്ലല്ല, അങ്ങനെ ആളെ കാണുമ്പോൾ ഒന്ന് ഗൗരവത്തിൽ നടക്കാം? ജനറ്റിക്കലി അങ്ങനെയാണ്. ഹെറിഡിറ്ററി പരമ്പരാഗതമായി നമ്മൾ ആ ഒരു ക്വാളിറ്റിയിലാണ് ജീവിക്കുന്നത്. ഗണേശന് ആകെ ബുദ്ധിമുട്ടായി കാണുമല്ലോ. അല്ലല്ല, എനിക്ക് ആക്ച്വലി മലയാളം സ്മൂത്ത് ആയിട്ട് അറിയില്ലായിരുന്നു കല്യാണം കഴിച്ച സമയത്ത്. ലൈക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മാരേജ് ലാംഗ്വേജ് ഒരു പ്രശ്നമായിരുന്നു. ലാംഗ്വേജ് പ്രശ്നമായിരുന്നു. അച്ഛൻ തമിഴിന്റെ തമിഴ് എനിക്ക് ഇല്ല. കൊഞ്ചം അത് വെച്ചിട്ട് മരുമോനെ സ്നേഹിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലേ? ഓക്കെ, ഇപ്പൊ തമിഴും മലയാളം ഒക്കെ ആയല്ലേ? ഇപ്പം എല്ലാവർക്കും ഓക്കെ ആയി. ഇപ്പോഴാണ് യഥാർത്ഥം എല്ലാം ഓക്കെ ആയത്. സാധാരണഗതിയിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല അടിപിടിയൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ ചിലപ്പം ഈ പണ്ട് നരേന്ദ്രപ്രസാദ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ, പ്രസാദ് സാർ പറഞ്ഞത് ശോഭ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റിയ ഭാഷ ആംഗലേയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ എന്ന് പറയുന്നില്ല, ശോഭ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേതാ ഭാഷ? ഞങ്ങളുടെ വീട്ടിൽ ഞാൻ മലയാളം പറയുമായിരുന്നു. അതുകൊണ്ടാണ് ഗണേശൻ മലയാളം പഠിച്ചേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയായത്. കാരണം ഈ വഴക്കിടുമ്പോൾ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ തിരിച്ചു പറയുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ചെന്നൈ ആകുമ്പോൾ കുറച്ച് കട്ട തമിഴായിരിക്കും ചെയ്യും അല്ലേ? കുറച്ച് സ്ട്രോങ് തമിഴായിരിക്കും. ചെന്നൈ തമിഴ് എനിക്കൊന്ന് അത്ര എളുപ്പത്തിൽ മനസ്സിലായി പോകത്തില്ല. അതിപ്പോ ഒരു കാര്യത്തിന് വഴക്കിട്ടോണ്ടിരിക്കുന്ന വഴി ഞാൻ പറയുന്നത് മനസ്സിലാവാത്തത് കൊണ്ട് അത് വേറൊരു വഴക്കായിട്ട് മാറും. വേറെ എന്തെങ്കിലും വിചാരിച്ചാ ഇങ്ങനെയല്ല, അപ്പൊ ഞാനതല്ല പറഞ്ഞ, നീ ഏതാണ് പറഞ്ഞത്, അങ്ങനെ മൊത്തം വഴക്കാവും, മൊത്തം പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് കഷ്ടപ്പെട്ട് മലയാളം പഠിച്ചു. അതിന്റെ സംസാരം ശരിയല്ലാതെ ഇടക്കിടയ്ക്ക് പറയേണ്ടി വരൂലേ? ഗണേശന് മനസ്സിലായില്ല. ഗണേശന് മനസ്സിലായി എന്റെ സംസാരം ശരിയല്ലാതെ പറഞ്ഞു. സംസാരം ഭാര്യയല്ലേ? അല്ല, പക്ഷെ നമ്മുടെ കോമഡി അല്ലേ ഇത്? നമ്മുടെ കോമഡിയാ. നമ്മുടെ എനിക്കൊന്ന് നിങ്ങള് 2 കാസ്റ്റ് ജനിച്ചവരൊക്കെ ആയിരുന്നു അല്ലേ? ആ വിപ്ലവ കല്യാണം കൊണ്ട് പ്രശ്നമൊന്നുമില്ലായിരുന്നല്ലോ? വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നു? തുടക്കത്തില് ചെറുതായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നു. ആ സൈഡിൽ നിന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അത് വലിയ കുഴപ്പമില്ലാണ്ട് വലിയ പ്രശ്നം ഇല്ലാണ്ടങ്ങ് പോണുണ്ട്. സമാധാനം അങ്ങോട്ട് പോറല്ലേ? ചെന്നൈക്കൊന്നും ഇടയ്ക്കൊക്കെ പോകും. ഈ 2 പേരും ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പരസ്പരം ആദരവോടെ സംസാരിക്കുമോ അതോ അറ്റാക്ക് ചെയ്ത് സംസാരിക്കുമോ? അറ്റാക്ക് മാക്സിമം കുറയ്ക്കാറുണ്ട്. അത് ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണോ? അല്ല, അതിപ്പം ഭർത്താവ് അല്ലെങ്കിൽ പോലും, നമ്മൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ പോലും മാക്സിമം ഒരു ആർട്ടിസ്റ്റിക് ഡിസ്കഷൻസ് വരുമ്പോൾ ഇപ്പോഴും സമാധാനപരമായിട്ട് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ ഭയങ്കര ഈഗോ ക്ലാഷ് വരും. അല്ലെങ്കിൽ ഇപ്പൊ ഒരാൾ കൂടുതൽ പ്രശസ്ത ആയി കഴിഞ്ഞാലോ അവിടെ ക്ലാഷ് വരരുത്. അതാണ് പോയിന്റ്. അതായത് ഗൗരിലക്ഷ്മിയുടെ ഹസ്ബൻഡ് അല്ലേ ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനം തോന്നണം. അതാണല്ലോ അതിന്റെ ഒരു. അതെ, തിരിച്ചു. ഞാൻ ഒരിക്കലേ ഒരു ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരു പാട്ടുകാരുടെ ഹസ്ബൻഡിനെ പരിചയപ്പെടാനായിട്ട് ഒരിടത്തോട്ട് കയറുക. അപ്പൊ കയറാൻ നേരത്ത് നമ്മുടെ സംഗീത സംവിധാനം MG രാജേഷൻ ചേട്ടൻ അവിടെ ഉണ്ട്. രാജേഷൻ ചേട്ടൻ വേണ്ട, നീ അങ്ങോട്ട് കയറുന്ന കൊള്ളാം, നീ ഇന്നാരുടെ ഭർത്താവാണോ എന്ന് പുള്ളിയോട് ചോദിക്കാതെ പ്രശ്നമാകുമെന്ന് പറഞ്ഞു. എനിക്കത് അറിഞ്ഞൂടെ, ഞാൻ ചോദിക്കത്ത് ഞാൻ കറക്റ്റ് അത് തന്നെ ചോദിച്ചു. പുള്ളിയുടെ മൂഡ് തെറ്റി. അപ്പം യഥാർത്ഥത്തിൽ അതൊരു യാഥാർത്ഥ്യമാണെങ്കിലും ചില ആളുകൾക്ക് അത് ഭയങ്കര ഒരു മാനസിക പ്രശ്നമാണ്. അത് ചിലപ്പോൾ അവർക്ക് അത് പൊരുത്തപ്പെടാൻ പറ്റും. പോകെ അത് പൊരുത്തപ്പെട്ടുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് ഇനി 1.5 ലക്ഷം രൂപയുടെ ചോദ്യം, 50,000 rupees കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് ജീവിത സാഹചര്യം, മറന്നു പോരുത്. അപ്പൊ കുട്ടേട്ടാ, ലെവൽ 2 നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 1.5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ്. ഗൗരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്. ഹോഴ്സ് ഗ്രാം എന്നറിയപ്പെടുന്ന ഭക്ഷ്യവസ്തു ഏതാണ്? ഓപ്ഷൻ എ കാരറ്റ്, ഓപ്ഷൻ ബി ചെറുപയർ, ഓപ്ഷൻ സി വൻപയർ, ഓപ്ഷൻ ഡി ഉഴുന്ന്, ഓപ്ഷൻ ഇ മുതിര. ഓപ്ഷൻ ഇ മുതിര. മുതിര പൂട്ടാമോ? യെസ്, പൂട്ടാം. 2-3 ജോലികൾ ചെയ്യുന്നു. കമ്പോസിംഗ്, ആലാപനം, പിന്നെ കവിതാരചന. അപ്പൊ ഇതിനകത്ത് സുഖമുള്ള പണി ഏതാ തോന്നിയത്? അത് കമ്പോസിംഗ് ആണ്. ഇഷ്ടത്തോടെ ചെയ്യുന്നത് കമ്പോസിംഗ്. അതെ, കമ്പോസിംഗ് ഫീൽഡിലേക്ക് കയറാനുള്ള കാര്യം എന്താ? ഒരു ടേസ്റ്റ് വരാൻ കാര്യം? ടേസ്റ്റ് അതങ്ങനെ ചെയ്ത് അതിനോട് ഇഷ്ടം തോന്നി. ഇപ്പം ജനറലി ആർട്ടിനോട് നമുക്കൊരു സ്നേഹം തോന്നുമല്ലോ. അങ്ങനെ ഒരു സ്നേഹം തോന്നി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ലൊരു, ഇപ്പം നമുക്ക് വായിക്കാൻ വാക്കുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അത് ആളുകൾക്ക് ചെവിക്കും കൂടെ സുഖമുള്ള രീതിയിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്, അവർക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മ്യൂസിക് അതിന്റെ ഭയങ്കര ഔട്ട്ലെറ്റ് ആണ്. സോ
താങ്കൾ ഇൻസ്ട്രുമെന്റ് വായിക്കുമോ പാട്ടിന് പുറമെ? ചെറുതായിട്ട് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ വായിക്കും. കാര്യമായിട്ടുള്ള വായനയൊന്നുമില്ല. പാട്ടുകാരിയാണ്ട് പിന്നെ പാടി കേൾപ്പിക്കാൻ പറ്റും. അത് എളുപ്പമാണ്. എളുപ്പപ്പണിയുള്ളപ്പം പിന്നെ കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പൊ ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ MA മ്യൂസിക് പഠിച്ചതിന് ശേഷം പിന്നെ ആരുടെയെങ്കിലും കീഴിൽ ഞാൻ ചെന്നൈയിൽ വെസ്റ്റേൺ വോക്കൽ ട്രെയിനിങ്, വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്, അഗസ്റ്റിൻ പോൾ ചെന്നൈയിൽ 4 വർഷം പോയി വരുമായിരുന്നു. ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മള് ഒരു മാസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഓപ്ഷൻ ഈ മുദ്ര നമ്മൾ പൂട്ടി വെച്ചിരിക്കുക. പൂട്ടി വെച്ച മുദ്ര നമ്മൾ പുറത്തെടുക്കുന്നു. ഓക്കെ. താങ്കൾ പറഞ്ഞ ഉത്തരം ഗൗരിലക്ഷ്മി, ഐ ആം വെരി സോറി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാകുന്നു. പറയൂ കുട്ടിയേട്ടാ. ഗൗരിലക്ഷ്മി, ഞാൻ കുറച്ച് പേരുകൾ പറയും. ആ പേരുകാരുടെ വിശേഷങ്ങൾ ഇതുവരെ പറഞ്ഞില്ല. ടോഫോ, കാമൽ, മോച്ചി, കൺമണി, ഖുഷ്ബു, മണിയമ്മ, പിക്കാച്ചു, ബംബി, ഇവരെ കുറിച്ച് പട്ടി പൂച്ചൊക്കെ വീട്ടിൽ 6 പട്ടി 2 പൂച്ചയുണ്ട്. അപ്പം ഇതൊക്കെ അവിടുത്തെ ആളുകളാണ്. അപ്പൊ ഇത് നമ്മള് വീട് നിറച്ചായി കാണുമല്ലോ 8 എണ്ണം എന്ന് പറയുമ്പോ അല്ലേ? 6 പട്ടി 2 ഡിപ്പാർട്ട്മെന്റ് ആരാ? നമ്മൾ 2 പേരും കൂടെ നോക്കുന്നത്. അത് പ്രത്യേകം നോട്ടമൊന്നുമില്ല, അവരവരുടെ വഴിക്ക് തന്നെ നടന്നോളും. ഭക്ഷണം കൊടുത്ത് ഒരു സൈഡിൽ ഇരുന്നോളും. ഗൗരിലക്ഷ്മിയുടെ മനസ്സിലെ ഇൻഡസ്ട്രിയിലേക്ക് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പടത്തിൽ കൂടുതൽ വരിക, എന്താണ് താങ്കൾ മനസ്സിൽ ലക്ഷ്യം വെക്കുന്നത്? എനിക്ക് ഫിലിം മ്യൂസിക് എന്ന് പറയുന്നത് കുറച്ചുകൂടി എൻ്റെ സ്വന്തം കോമ്പോസിഷൻസിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ്. ലൈക്ക് ഇപ്പം ഒരു സിനിമയിൽ ഞാൻ പാടുമ്പോഴേക്കും അത് എപ്പോഴും കൊമേഴ്ഷ്യൽ മ്യൂസിക് ആണ്, ആളുകളിലേക്ക് ഭയങ്കര പെട്ടെന്ന് എത്തും. അത് കേട്ടിട്ട് ഇത് ആരാണ് പാടിയിരിക്കുന്നത് നോക്കി ആളുകൾ എൻ്റെ ബാക്കിയുള്ള വർക്കുകൾ നോക്കുമ്പോഴായിരിക്കും എൻ്റെ ചാനലിലോ അല്ലെങ്കിൽ എൻ്റെ ആപ്പിൾ മ്യൂസിക് ആയിട്ട് സ്പോട്ടിഫൈ ആയിക്കോട്ടെ അവിടെയൊക്കെ എൻ്റെ സ്വന്തം മ്യൂസിക് ആൾക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ക്രിയേഷൻസ് ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു വഴി കൂടെയാണ് എനിക്ക് ഫിലിം മ്യൂസിക് എന്ന് പറയുന്നത്. പിന്നെ അല്ലാണ്ട് പ്ലേ ബാക്ക് സിംഗ് എന്ന് പറയുമ്പം വേറൊരു മ്യൂസീഷ്യൻ്റെ ക്രിയേഷനെ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മളിൽ കൂടെ പുറത്ത് വരിക, അവരുടെ ഇഷ്ടത്തിന് അത് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. നമ്മുടെ മലയാളത്തിൽ ഏറ്റവും ആരാധന തോന്നി അടുത്ത കാലത്തുള്ള കമ്പോസർ ആരാണ്? എനിക്ക് ഈയിടയ്ക്ക് സുഷിൻ ശ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഈയിടയ്ക്കുള്ള കുറച്ച് പാട്ടിൽ ലൂപ്പ്, വളരെ കുറച്ച് പാട്ടിൽ ഞാൻ ലൂപ്പ് അടിച്ച് കേൾക്കാറുള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ ഗായകരിലേക്ക് പോയാൽ ഗായകൻ സൂരജ് സന്തോഷ്, ഓഫ് കോഴ്സ്. ഗായിക ആനിമി, നേഹ നായർ, ഇപ്പോൾ ഉള്ളവരില് എല്ലാവരും അടിപൊളിയാണ്. സിനിമയിലേക്ക് പോകുന്ന സമയത്ത് പുതിയതായിട്ട് വരുന്ന നവാഗത പ്രതിഭകൾ എന്നാണ് അവരുടെ പേര് മെട്രോ കോമയിൽ. ഈ നവാഗത പ്രതിഭകൾ രംഗത്തേക്ക് വരുമ്പോൾ സിനിമയിൽ ചില അലമ്പുകൾ ഉണ്ടാവാറുണ്ട്. അലമ്പെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ? അലമ്പെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ സിനിമയിൽ ഒരു നല്ല മനോഹരമായ ഒരു വാക്കുണ്ട്, കോംപ്രമൈസ്. അത് ടെലിവിഷനിൽ അങ്ങനെ കേട്ടിട്ടില്ലാത്തതുകൊണ്ട് ഇനി ആൾ പുറത്ത് പറയാത്തതെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള പദങ്ങൾ ആണ്. എങ്ങനെ അവരുടെ ഒരു രീതികൾ? പല തരത്തിലുള്ള കോംപ്രമൈസസ് ഉണ്ട്. ഇതാരാ ഈ മുഖ്യ പടനായകൻ ഈ കാര്യത്തിൽ? അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഇത് ആവശ്യമുള്ളവരൊന്നും യോജിക്കത്തില്ലല്ലോ. ചില ഇടനിലക്കാരൊക്കെ ഉണ്ടല്ലോ. ഇല്ല, സ്ട്രെയിറ്റ് വളരെ സുതാര്യമായ കാഴ്ചപ്പാടിലൂടെ ഇത് പോകുന്നല്ലേ. അപ്പൊ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ റിയാക്ഷൻ? താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം ഇല്ലെന്ന് പറയും, അത്രേ ഉള്ളൂ. വേറെ എന്താ വെച്ചാൽ എനിക്ക് കുറെ ആളുകൾ കൺഫ്യൂസ്ഡ് ആവുന്നതെന്ന് തോന്നുന്നു. അവർക്ക് ഒരു എങ്ങനെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളൊരു ഭയങ്കര ഡെസ്പിറേഷൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ ഓപ്പർച്യൂണിറ്റി വേണം. ആ ഒരു ഡെസ്പിറേഷൻ എന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ. പക്ഷെ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, ചെയ്യുന്നത് ഭയങ്കര ഊളത്തരമാണ്. മാത്രല്ല ഈ ഒരു അവസരം ഇപ്പൊ സിനിമ എന്നൊക്കെ വെച്ചാൽ ഒരു ഇന്ദ്രജാലം പോലെ കാണുകയാണ് ആൾക്കാർ. ഇപ്പൊ ചിലർക്ക് ആൾക്കാർക്ക് ജീവിതത്തിലെ നമ്മൾ നയിച്ചാലും ഇതിനകത്തൊന്ന് ഒരു ഡ്രീം വേൾഡ് ആണ്, കയറി പറ്റിയിട്ടേ അടങ്ങൂ എന്ന് തീരുമാനിച്ചൊരു യാത്ര തുടങ്ങിയിരിക്കുക. അപ്പൊ ആ യാത്രയുടെ ഇടയിലാണ് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. എന്നാൽ ഈ ആ റോഡ് ബ്ലോക്കും കടന്നു പോകാൻ ആൾക്കാർ ഇഷ്ടപ്പെടും, ചിലർ കോംപ്രമൈസ് ചെയ്യും. അല്ലേ, നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്ത് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എടുക്കേണ്ടി വരും. അത് ഒരു പോയിന്റിൽ എത്തുന്നവരെ അത് റെഡിയായിട്ട് ഒരു മനസാക്ഷി കുത്തില്ല, എനിക്ക് എൻ്റെ എത്തിക്സിന് ഇത് കംപ്ലീറ്റ്ലി ഫൈൻ ആണെന്നുള്ള രീതിയിൽ ചെയ്യുന്നത് ഓക്കെ, അത് അവരുടെ കംപ്ലീറ്റ്ലി അവരുടെ ഡിസിഷനാണ്. പക്ഷെ ഇത് അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ വേറെ കുറെ ആളുകൾ അതിനേക്കാളും ടാലന്റ് ഉള്ള ഒരാളുടെ ഓപ്പർച്യൂണിറ്റി അവിടെ കട്ടാകുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. പേഴ്സണൽ ലെവലിൽ നിന്ന് ഒരു ബിഗ് സ്കെയിലിൽ ശരിക്കും കഴിവുള്ള ആളുകൾ ഈ ഒരു കാരണം അവരുടെ പേഴ്സണൽ പ്രിഫറൻസിന്റെ പേരിൽ തഴയപ്പെടുമ്പോഴേക്കും അത് വളരെ മോശമാണ്. അതാണ് ഞാൻ ഊളത്തരമാണെന്ന് ഞാൻ പറഞ്ഞത്. അതാണ് ഊളത്തരം നമ്മൾ ഉദ്ദേശിച്ചത് അല്ലേ. ഈ ടാലന്റ് ഉള്ളവർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള ഡിമാൻഡുകളൊക്കെ ഇൻഡസ്ട്രി ചിലപ്പം ചോദിച്ചെന്ന് വരും. എന്നാൽ ടാലന്റ് ഉള്ളവർക്ക് അവസരം വരും എന്ന് വിശ്വസിക്കുന്ന ആളാണോ താങ്കൾ? ഒരു പരിധി വരെ. സിനിമയിൽ എങ്ങനെ ഗോഡ് ഫാദർ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. പ്രത്യേകിച്ച് യൂട്യൂബ് ഒക്കെ ഇങ്ങനെ വിഖ്യാതി നേടിയതിനു ശേഷം പല ആളുകളും നമുക്ക് ഒരു ഭാഷയുടെ പരിമിതികൾക്കൊക്കെ അപ്പുറത്ത് കടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട് കഴിവുണ്ടെങ്കിൽ. കാരണം ആത്മവിശ്വാസത്തോടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സാഹചര്യം എപ്പോഴും ഉണ്ട്. ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണ് ആളുകൾ നമ്മളെ വർക്ക് ചെയ്യാൻ വിളിക്കുന്നത്. വെറുതെ ഒന്നും ഇല്ലെങ്കിൽ ആരും വിളിക്കത്തില്ല.
പക്ഷെ അതുപോലെ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ഇതൊന്നും ചെയ്യാണ്ട് മുന്നോട്ട് ഭയങ്കര സക്സസ്ഫുള്ളി പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സക്സസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അത് ഓരോരാൾക്ക് ഓരോന്ന് പോലെ ആയിരിക്കും. ഒരാൾക്ക് എനിക്ക് ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര പടത്തിൽ പാടണം എന്നുള്ളതാണെങ്കിൽ അയാളുടെ റൂട്ട് വേറെ ആയിരിക്കാം. അപ്പൊ എനിക്ക് ഇൻഡിപെൻഡന്റ്ലി എനിക്ക് ഇത്രയും വർക്ക് ഇറക്കണം എന്നുള്ള അയാളുടെ റൂട്ട് വേറെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് എവിടം വരെ ഗോഡ് ഫാദറിനെ കൊണ്ടുപോകാൻ പറ്റും? ഒരു ഫസ്റ്റ് എൻട്രി മേ ബി അത് കഴിഞ്ഞിട്ട് പാടാവും. അത് കഴിഞ്ഞ് കയ്യിൽ സ്റ്റഫ് ഇല്ലെങ്കിൽ നടക്കൂല. ഇല്ല. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്പോൾ ഒരുപക്ഷെ ഇതിനൊരു പളവളപ്പ് എപ്പോഴും ഉണ്ട്. ഈ ഇൻഡസ്ട്രിക്ക് ഒരു ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ വലുത് തന്നെയാണല്ലോ. അപ്പോൾ ഈ ബിഗ് സ്ക്രീനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അത് ഈ ചെറുപ്പത്തിൽ തന്നെ ക്യാച്ച് ദം എന്നൊക്കെ ആൾ പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ കടന്നു വരണം എന്ന് നിർബന്ധം പിടിക്കേണ്ട സാഹചര്യം ഉണ്ടോ? അങ്ങനൊന്നുമില്ല. ഇല്ല. താങ്കളുടെ ഒരു അപ്രോച്ച് അങ്ങനെ കാര്യത്തിൽ? ഈ പ്രായത്തിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇല്ല. അത് കുറെ കാലം നമ്മൾ കാത്തിരിക്കാം എന്നുള്ളതാണ്. അങ്ങനെ എത്ര പേര് ഹരീഷ് എടുത്ത് നോക്ക്. പുള്ളി എന്ത് പ്രായത്തിലാണ് പുള്ളി ഹിറ്റായത്? പുള്ളി എത്ര വർഷമായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അതുപോലെ എത്രയോ സിംഗേഴ്സ് ഉണ്ട്. പ്രായത്തിലൊന്നും അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. കയ്യിൽ എന്തെങ്കിലും ഏതെങ്കിലും സ്റ്റേജിൽ അത് പുറത്ത് വന്നിരിക്കും. അപ്പൊ പ്രായത്തിൽ കാര്യമില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിൽ കാര്യമുണ്ട്. 60,000 രൂപയുടെ ചോദ്യം, അതാണ് കാര്യം. മോണിറ്റർ പ്ലീസ്. ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. പ്ലീസ് പ്ലേ. ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു. ഈ ഗാനം ഏത് ചിത്രത്തിലേതാണ്? ഓപ്ഷൻ എ സൂപ്പർ ശരണ്യ, ഓപ്ഷൻ ബി മരക്കാർ അറബിക്കടലിന്റെ സിംഹം, ഓപ്ഷൻ സി നായാട്ട്, ഓപ്ഷൻ ഡി ഹോം, ഓപ്ഷൻ ഇ ആർക്കറിയാം? മരക്കാർ അറബിക്കടലിന്റെ സിംഹം. കൂട്ടാമോ? കൂട്ടാം. മരക്കാർ പൂട്ടോ? പൂട്ടിക്കോ. പൂട്ടിയാ പ്രശ്നമാവോ? ഇല്ലെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി മരക്കാരെ പൂട്ടി. തെറ്റിയാൽ 5000 രൂപ കൊണ്ട് നമുക്ക് ചേർത്തല ഇറങ്ങാൻ പറ്റും. ശരി. ഇപ്പൊ തുറക്കുന്നു. ആ സിനിമ കണ്ടായിരുന്നു? ഇല്ല. ആ പാട്ട് എവിടെ വെച്ചാ കേട്ടത്? പാട്ട് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ആ സിനിമയിലൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് ഒരു കേട്ട് പാട്ടിന്റെ സ്റ്റൈല് വെച്ചിട്ട് ഞാൻ മിക്കവാറും ഇതായിരിക്കും. എന്നാൽ ആ സ്റ്റൈല് വെച്ച് ചേർത്ത് വെച്ചപ്പോ തല മാറിപ്പോയി. ചേർത്തല കരി. ഉത്തരം കർത്താവേ, നല്ലൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാണല്ലോ ഇത് പറയേണ്ടി വരുന്നത്. ഓപ്ഷൻ ബി. അച്ഛൻ എന്ത് പറയുന്നു? വലിയ പിടിയില്ല. അച്ഛൻ ഈ പഴയ പാട്ടുകളാണോ കൂടുതൽ? അല്ല, പുതിയ കേൾക്കാറുണ്ട്. ഗണേഷ് ഉങ്ങൾ തെരിയുമാ? തെരില്ല. പിന്നെ എനിക്ക് എന്റെ കാര്യം പറയണോ? അപ്പൊ ഓപ്ഷൻ ബി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. സോഷ്യൽ മീഡിയയിൽ ആക്രമണം ശരിക്കുണ്ടല്ലോ. അവിടെ യൂട്യൂബ് ചാനലൊക്കെ നടത്തുമല്ലേ? ആ എങ്ങനെയായിരുന്നു ഇനീഷ്യൽ റെസ്പോൺസ്? എങ്ങനെയായിരുന്നു? പൊങ്കാല ഉണ്ടല്ലോ. ഇനിഷ്യലി സങ്കടം വരും. അത്യാവശ്യം പൊങ്കാല കിട്ടിയോ? ഇപ്പൊ ഈ പൊങ്കാല ഇടുന്നുള്ള പദം അപ്രത്യക്ഷമായെന്ന് തോന്നുന്നു അല്ലേ? അതിലും വലിയ റേഞ്ച് കൂടിയോണ്ടായിരിക്കും. പിന്നെ അത് കോമഡി ആവും ഭയങ്കര. നമ്മള് ആ ഒരു ആളുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ഇപ്പൊ ഞാൻ സ്വയം ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വീഡിയോയുടെ താഴെ പോയി എത്ര പൊട്ട വീഡിയോ നമ്മൾ കമന്റ് ഇടത്തില്ല. കാരണം ഇത് എന്ത് കാര്യത്തിനാന്ന് ആലോചിക്കും. അപ്പൊ അത്ര പോലും നമുക്ക് ജീവിതത്തിൽ ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുള്ള ഓർക്കും നമുക്ക് പിന്നെ സിമ്പത്തിയാ തോന്നുന്നു അവരുടെ അടുത്ത്. ഈ അനുതാപം ഒരുപാട് പേരോട് തോന്നിയിട്ടുണ്ടോ? ഒരുപാട് പേരോട്. ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ടോ? ഒരുപാട് തെറിയിട്ടുണ്ട്. ഈ പ്രധാനമായിട്ട് അവർ പറയുന്ന അപഖ്യാതി എന്തുവാ സംഭവം? പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ പാട്ട് കേട്ടപ്പോഴാണോ അതോ റെഗുലർലി പാടുന്നൊരു യൂഷ്വലി അത്രയും നാൾ വന്നുകൊണ്ടിരുന്നൊരു ഫീമെയിൽ സിംഗിങ് സ്റ്റൈലുണ്ട്. അപ്പം അതല്ലാത്തൊരു സ്റ്റൈൽ നമ്മൾ പാടുമ്പോഴേക്കും കുറച്ച് നീഷായിട്ടുള്ളൊരു സ്റ്റൈലിൽ തുടങ്ങുമ്പോൾ എല്ലാവർക്കും സെറ്റ് ആവത്തില്ല. അപ്പൊ അവരുണ്ടായി വന്നിട്ട് തെറിവിളി തുടങ്ങും. ഈ തെറിവിളി വായിച്ചൊക്കെ നോക്കുവോ? കൃത്യമായിട്ട് അക്ഷരമൊക്കെ കറക്റ്റ് ആണോ? വായിച്ച് ആസ്വദിക്കുവോ? കാണിച്ചും കൊടുക്കും അടുത്തിരിക്കുന്ന ആണല്ലേ? ഗണേഷ് മലയാളം വായിക്കാൻ പഠിച്ചോ? ഇല്ല. ഭാഗ്യവാൻ. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ തെറി മൊത്തം വായിച്ച് മനസ്സിലാക്കി. പക്ഷെ ഞാൻ കേൾപ്പിക്കാൻ പറയും അല്ലേ? വായിച്ച് വായിച്ച് പക്ഷെ അത് ആ സാഹിത്യം വളരെ പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊരു സാഹിത്യ ശാഖയായി വളരെ മനോഹരമായിട്ടൊക്കെ ചില ആളുകൾ എഴുതിയേക്കും. ഓക്കെ. അപ്പൊ താങ്കൾക്ക് ഈ ഒരുപക്ഷെ അത്യാവശ്യം കവിതാരചനയൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഈ കടുപ്പിച്ചുള്ള ഭാഷയിലും നന്നായി മനസ്സിലാവും അല്ലെ? അതിന്റെ റേഞ്ച് അനുസരിച്ച് മനസ്സിലാവും. ഏറ്റവും തെറി കേട്ട എന്ത് കാര്യത്തിനായിരുന്നു? ഹയസ്റ്റ് തെറി അറ്റൻഡ് ചെയ്ത പാട്ട് നമുക്ക് ഇവിടുന്ന് പാടണം. എനിക്ക് ഓർമ്മയില്ല, എല്ലാത്തിലും വരാറുണ്ട്. അത്യാവശ്യം ഉണ്ട്. എന്നാലും ഒരു നല്ല നിലവാരത്തിൽ പോയ നല്ല തെറി കേട്ട ഒരു പാട്ട് നമുക്ക് പാടിയാലോ? രുക്കുമണി ആണെങ്കിൽ രുക്കുമണി അതിന് അത്യാവശ്യം കേട്ടു. അതിന് തെറി ഉണ്ടായിട്ടുണ്ട്. അത് ഒരു 1 മില്യൺ ഒക്കെ അടിച്ചൊരു വീഡിയോ ആണത്. അതുപോലെ തന്നെ തെറിയും വന്നിട്ടുണ്ട്. 1 മില്യൺ തെറിയും
അല്ലേ? 10 ലക്ഷം ക്രോസ്. ഓ, അത് ചെറിയ കാര്യമല്ല കേട്ടോ. പ്രേക്ഷകരെ കിട്ടി, ഏറ്റവും പ്രേക്ഷകരെ കിട്ടിയും അതേപോലെ പ്രേക്ഷകന്റെ പ്രതികരണം ഏറ്റുവാങ്ങുകയും ചെയ്ത ആ പാട്ടിലേക്ക് നമുക്ക് കടക്കാം. ருக்குமணி ருக்குமணி அக்கம் பக்கம் என்ன சத்தம் காது ரெண்டும் குசுதடி கண்டுபிடி என்ன சத்தம் கட்டி போட்ட ஆனன் ரெண்டும் தொட்டு தரும் முத்த சத்தம் கட்டிலொന്ന് விட்டு விட்டு மெட்டு காட்டும் இன்பச்சத்தம் சேவலொന്ന് கூவாம தீராத இன்பச்சத்தோ ஓ ഓ ഓ 1 മില്യൺ കടന്നു അല്ലേ? 2 കഴിഞ്ഞു പാടിയിട്ടാണോ അതിന്റെ അടി വന്ന് തെറിയിട്ടത് ആൾക്കാർ? അതുണ്ടാവും അല്ലേ? അത് ഭയങ്കര ഓരോ ആളുകൾക്ക് ഓരോ ഇഷ്ടം. ശീലിച്ചു കഴിഞ്ഞു അല്ലേ? അതൊക്കെ ഒരു ശീലം. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ വിഷമാവും അല്ലേ? ഒന്നും ആരും വന്നില്ലല്ലോ പ്രതികരിച്ചില്ല. എവിടെ പോയി ഒരു ചേട്ടൻ ഉറങ്ങിപ്പോയോ എന്തോന്നുമില്ലേ? ജീവിതത്തിൽ ഏറ്റവും വിഷമം തോന്നിയ സന്ദർഭം ഏതാ? ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്നാലും ഏറ്റവും സങ്കടപ്പെട്ടു പോയത് ഫസ്റ്റ് മേജർ വിഷമം തോന്നുന്നു എനിക്ക് എന്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചപ്പോഴായിരുന്നു. ഗ്രാൻഡ് ഫാദറായിട്ട് നല്ല ചങ്സ് ആയിരുന്നു. ചങ്സ് ഗ്രാൻഡ് ഫാദർ എന്തായിരുന്നു? പുള്ളി 84 വയസ്സിലാണ് മരിച്ചത്. ലേബർ കമ്മീഷണർ ആയിരുന്നു. പക്ഷെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതുകൊണ്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഭയങ്കര അടിപൊളി കക്ഷിയായിരുന്നു. അദ്ദേഹം 84 വയസ്സിൽ മരിച്ചു അല്ലേ? അപ്പൊ നിങ്ങള് മ്യൂസിക് വെച്ചുള്ള ഒരു യൂണിയൻ ആയിരുന്നു അതോ? അങ്ങനല്ല, മ്യൂസിക് വെച്ചെന്നല്ല. അമ്മയുടെ അച്ഛനോ അതോ? അച്ഛൻ്റെ. ഞാൻ വൈകുന്നേരം സന്ധ്യക്കൊക്കെ എന്നെ ചേർത്തല തന്നെയായിരുന്നു. വൈക്കത്താണ് വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു. അപ്പൊ എന്നെ ഭയങ്കര നിർബന്ധിച്ചാണ് ഈ വീട്ടില് എല്ലാവരും പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചിരുന്നത്. ബാലകൃഷ്ണൻ. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ വന്ന് കേട്ടോണ്ടിരിക്കും. ഫുൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ത് കല്ല് പാടുവാണെങ്കിലും വന്നിരുന്ന് ഫുള്ള് കേട്ടോണ്ടിരിക്കും. ഭയങ്കര കാര്യമായിരുന്നു. ഓക്കെ. താങ്കൾക്ക് സാധാരണഗതിയിൽ ഈ വിഷമം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സന്തോഷത്തിന്റെ കാലാവസ്ഥ മാറി വിഷമത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാട്ട് ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട് എന്ന് പറയുന്നു. അത് വിഷമം വന്നു തുടങ്ങിയ പാട്ട് വരാൻ പോകുന്നു എന്ന സൂചനയാണ്. അതെ അതെ. വിഷമം മാത്രമല്ല, ഏത് ഇന്റൻസ് ആയിട്ടുള്ള ഏത് ഇമോഷൻ ആണെങ്കിലും അത് ഭയങ്കര സ്നേഹമായിരിക്കാം. മേ ബി ഞാനത് ചാനൽ ചെയ്യുന്നതായിരിക്കാം. ആ ഒരു വരുന്ന ഇമോഷൻ ഒരു സൈഡിലോട്ട് ചാനൽ ചെയ്യുന്നതായിരിക്കാം. അതിൽ നിന്ന് അങ്ങനെ വിഷമം വന്നതിൽ നിന്നുണ്ടായ പാട്ട് ഏതാ? തിരിഞ്ഞും പറഞ്ഞു. ഇപ്പൊ ഞാൻ കുറച്ചു മുന്നേ ഈ നേരവും കടന്നു പോകുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ പറഞ്ഞ പോലെ 2 മില്യൺ അടുത്ത് വ്യൂസ് ഉള്ള ഒരു പാട്ടാണ്. അപ്പൊ എനിക്കൊന്ന് ഈ നേരം കടന്നു പോയത് ആ നേരത്തായിരുന്നു. അതെന്തായാലും കലക്കി. അപ്പൊ ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കൂ? എനിക്കൊന്ന് താങ്കൾ അങ്ങനെ ഒരു പാട്ട് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ കുറെ പാട്ടുകൾ താങ്കൾ പഴയത് പാടിയിട്ടുണ്ട്. അപ്പൊ പഴയത് താങ്കളുടെ മനസ്സിനെ എപ്പോഴും ഹഠാത്ത് ആകർഷിച്ചെന്നൊക്കെ പറയില്ലേ മലയാളത്തിൽ, അങ്ങനെ ആകർഷിച്ച ഒരു പാട്ട്? റീസെന്റ് ഇപ്പം ഒരു പാട്ട് നമ്മള് യൂട്യൂബ് ചാനലിൽ തന്നെ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന, അതാണ് ഞാൻ കേട്ടത്. നീലക്കുറിഞ്ഞികൾ ഒന്ന് പൂക്കട്ടെ. നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. നീല പെട്ടെന്ന് ഞാൻ പാട്ട് പാടുന്നത് ആസ്വദിച്ചുകൊണ്ടിരിക്കണ്ടേ വേണ്ടാത്തൊരു കാര്യം നോക്കി 1993 കുത്തി വെച്ചിരിക്കുന്നു. സംഭവിച്ചു. ജനിച്ചു ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചു അത് നല്ല ഐഡിയ. എന്നാലും ഈ പഴയ കാലത്ത് നമ്മുടെ മലയാള ചലച്ചിത്ര ഗാനശാഖയുടെ ഒരു സമ്പന്ന കാലം ഉണ്ടായിരുന്നു. അതായത് നല്ല പാട്ടുകാര്, അതുപോലെ നല്ല പാട്ട് എഴുത്തുകാര്, നല്ല കമ്പോസേഴ്സ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കാലത്തുള്ള ജാനകിയമ്മ, സുശീല അമ്മ, അല്ലെങ്കിൽ മാധുരിയമ്മ, ഇങ്ങനെ കുറെ അമ്മമാരും ദാസേട്ടനെ പോലെ ജയചന്ദ്രനെ പോലെ കുറെ വടവൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ പാട്ടുകൾ കേൾക്കാറുണ്ട്. ഈ സാധാരണ പുതിയതായിട്ട് വരുന്ന പാട്ടുകാരോടൊക്കെ ചോദിക്കുമ്പോഴേ ഒരു പഴയ പാട്ടുകളിലേക്ക് അവരങ്ങനെ കടക്കാറില്ല. പക്ഷേ അവിടെയും സംഗീതത്തിന്റെ മാസ്മരികത ഉണ്ടല്ലോ. അപ്പൊ താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തിൽ? ഇത് ഓരോ ഇറയാണല്ലോ. അപ്പം എല്ലാ കാലഘട്ടത്തിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എല്ലാം ആർട്ട് തന്നെയാണ്. ക്രിയേഷൻസ് എപ്പോഴും ഉണ്ട്. ആളുകളുടെ മെന്റാലിറ്റിയും അവരുടെ ഒരു കേൾവിയുടെ ഒരു രീതിയും ഒക്കെ മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
പക്ഷെ ആർട്ട് എന്ന് പറയുന്ന എല്ലാ കാലഘട്ടത്തിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൃഷ്ടികൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അല്ല വീട്ടിലൊക്കെ സാധാരണ ഇന്ന് പാടുമ്പോൾ ഏത് ടൈപ്പ് പാട്ടുകളൊക്കെ കൂടുതലും പാടുക? അച്ഛൻ പഴയ പാട്ടായിരിക്കും അഫ്കോഴ്സ് പാടുക, എനിക്കറിയാം. അല്ല ഇത് ഞാൻ കുഞ്ഞിലെ മൂലം ഒരുപാട് പല പല കാലഘട്ടത്തിലുള്ള പാട്ടുകൾ. നമ്മുടെ കമ്മീഷണർ എങ്ങനെയായിരുന്നു, ലേബർ കമ്മീഷണർ? പുള്ളി ഭയങ്കര കർണാട്ടിക് മ്യൂസിക് ഫാൻ ആയിരുന്നു. ഫുൾ ടൈം റേഡിയോയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. റേഡിയോയുടെ അഡിക്റ്റ് ആയിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ താങ്കൾ സാധാരണ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ പാട്ട് വരികളൊക്കെ എഴുതിയിട്ടാണോ കമ്പോസ് ചെയ്യുന്നത്, അതോ ആദ്യം ട്യൂണാണ് വരുന്നത്? ആദ്യം ട്യൂണാണ് വരുന്നത്. അതാണോ സുഖമുള്ള കാര്യം? അതാണ് എനിക്ക് വരുന്നത്. വാക്കുകളൊക്കെ പറക്കി വെച്ചാൽ മതി. സുഖമല്ല, പക്ഷെ അങ്ങനെയാണ് വരുന്നത്. അല്ല, ഇതിനകത്ത് ഒരു തമാശ ഉണ്ടാവും. ചില ആൾക്കാർ, ചില കമ്പോസേഴ്സ് ഇങ്ങനെ ചെയ്യും. അവർ ചില ട്യൂൺ ഇട്ട് വെക്കുമല്ലോ. ട്യൂൺ ഇട്ട് വെക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഈ ഡയറക്ടറൊക്കെ മനസ്സിലാവാൻ വേണ്ടി ഒരു ചില വാക്കുകൾ ഇട്ട് വെക്കും. അപ്പൊ ഈ രചയിതാവ് വരുമ്പം പറയും അത് മതി, നന്നായിരിക്കുന്നല്ലോ. അങ്ങനെ ഉണ്ടായ പാട്ടുകൾ മലയാളത്തിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഈയിടെ ഒരാള് ഗാനരചയിതാവ് ഇങ്ങനെ അദ്ദേഹത്തിന്റെ പാട്ടിനെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു അദ്ദേഹം പോയി. അടുത്ത സംഗീത സംവിധാനം പറയുന്നു ആദ്യത്തെ വരി എന്റെയാ, പുള്ളി ഫസ്റ്റ് ലൈൻ എന്റെയാന്ന് പറഞ്ഞു. അത് പറ്റിയാളും പിന്നെ സമ്മതിച്ചു അദ്ദേഹത്തിന്റെ തന്നെയാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോലോ. 70,000 70,000 മോണിറ്റർ. ചോദ്യം ഇതാണ്, 70,000 രൂപയുടെ ചോദ്യമാണ്. ബീഹാറിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ എ ഇംഫാൽ, ഓപ്ഷൻ ബി കൊഹിമ, ഓപ്ഷൻ സി പാറ്റ്ന, ഓപ്ഷൻ ഡി ജയ്പൂർ, ഓപ്ഷൻ ഇ ഭുവനേശ്വർ. പാറ്റ്ന. പൂട്ടാമോ എനിക്ക്? ബീഹാറിന്റെ തലസ്ഥാനം പാറ്റ്ന. ഞാൻ പൂട്ടട്ടോ? കൊഹിമ അല്ല, ഇംഫാൽ അല്ല, ജയ്പൂർ അല്ല, ഭുവനേശ്വർ. ഭുവനേശ്വർ എന്തിന്റെ ക്യാപിറ്റലാ? പാറ്റ്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂട്ടട്ടെ? ശരി, പൂട്ട്. എനിക്കൊക്കെ പൂട്ടാൻ അങ്ങ് ത്വര വരുന്നതാണ്. എനിക്ക് ത്വര വന്നു കഴിഞ്ഞാൽ ഞാൻ പൂട്ടിയിട്ട് പറയാം അതിന്റെ കഥ എങ്ങനെയാണ്. ഓപ്ഷൻ സി പാറ്റ്ന പൂട്ടിയിരിക്കുന്നു. എന്റെ കഥാഗതി എങ്ങോട്ട് പോകുന്നത്? ഭുവനേശ്വർ അല്ല, അത് ഒഡീഷയുടെ. അപ്പൊ പാറ്റ്ന. താങ്കളുടെ ജീവിതത്തിലെ ഈ എനിക്കൊന്നൊരു ഒരു കുഞ്ഞുണ്ടായി, അല്ലെ, ഒരു വലിയൊരു സന്തോഷ നിമിഷം, പക്ഷെ അത് അബോർഷനായി പോയി. അത് താങ്കളുടെ ജീവിതത്തിലെ വല്ലാത്തൊരു വേദനയായിട്ട് നിൽക്കുന്നതായിട്ട് താങ്കൾ ഇപ്പോഴും തെറാപ്പി എടുത്തോണ്ടിരിക്കാം. ആണ് ഇപ്പോഴും അതൊരു സങ്കടകരമായ സാഹചര്യം. അപ്പൊ അത് എന്നായിരുന്നു? അത് കുറച്ചു കാലം മുമ്പാണ്. ഇതൊരു 2.5 വർഷമായിട്ടുണ്ടാവും. 2.5 കൊല്ലമായി. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര വർഷമായി? 4 വർഷമായി. അപ്പൊ ഇതിന് ആ ഒരു ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ലേ? ഷോക്കിൽ നിന്നും അല്ല, ഇത് നമുക്ക് ആ പെയിൻ മാനേജ് ചെയ്യാന്നുള്ള തെറാപ്പി എന്ന് പറയുന്നത് നമുക്ക് ഉള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫിൽ എഫക്ട് ചെയ്യാത്ത രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കാം. അപ്പൊ ഈ തെറാപ്പി ആരെങ്കില? ഇപ്പൊ നറ്റാനിയ ചെഗുവേര എന്ന് പറഞ്ഞിട്ടൊരു കൊച്ചിയിലുള്ളൊരു. നറ്റാനിയ ചെഗുവേര മലയാളി തന്നെയാണോ? മലയാളിയാണ്. ഈ ക്യൂബയിൽ നിന്ന് പറഞ്ഞ തോന്നി എനിക്ക്. അല്ലേ, നതാനിയ ചെഗുവാരിയ, ഗുഡ് നെയിം അല്ലേ? സൂപ്പർ പേര്. താങ്കൾ കണ്ടുപിടിക്കുന്ന എല്ലാം ഇതുപോലുള്ള ആൾക്കാർ അല്ലേ? നതാനിയ ചെഗുവാരയുടെ തെറാപ്പി എത്ര കാലം? അടിപൊളിയാണ്. ഇപ്പം ഇന്നലെ 11th സെഷൻ ആയിരുന്നു. അപ്പൊ എന്തു അവർ ചെയ്യുന്നത് ശരിക്കും? നമ്മുടെ സാഹചര്യം കൊണ്ട് പൊരുത്തപ്പെടാൻ പഠിപ്പിക്കുകയാണോ, അതോ ഡീൽ ചെയ്യാൻ പഠിക്കുകയാണ്? നമ്മുടെ ഇമോഷൻസുമായിട്ട് നമ്മളെ ഡീൽ ചെയ്യാൻ പഠിപ്പിക്കുക, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ബെറ്റർ ആക്കുക. ഗൗരി ലക്ഷ്മിക്ക് താങ്കളുടെ മനോഭാവത്തിനൊരു തെറാപ്പി ആവശ്യമായിരിക്കുന്നു എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ സമാധാനം ഇല്ലാതായി വരുമ്പോൾ, നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും പീസ് ഓഫ് മൈൻഡ് നമ്മൾ കാരണം കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ, എനിക്ക് സന്തോഷം ആഗ്രഹമുണ്ട്, എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് വരുമ്പോൾ ഒരാളുടെ ഹെൽപ്പ് തേടുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ സമാധാനം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഏത് ദുഃഖമായാലും കുറച്ച് കഴിയുമ്പോൾ ഈ കാലം വായിക്കാത്ത മുറിവില്ലെന്നൊക്കെ പണ്ട്. അത് ഭയങ്കര മണ്ടത്തരമാണ്. കാലം അങ്ങനെ ഒന്നും വായിക്കത്തില്ല, അത് അകത്തുണ്ടാവും. അത് വേറെ എന്തെങ്കിലും പരുവത്തിൽ അത് പുറത്തു വരും, എന്നെങ്കിലും വരും. അങ്ങനെയാണോ അതിന്റെ? അങ്ങനെയാണ് അതിന്റെ ഒരു സയൻസ്. അല്ല, അതൊരു സയൻസ് ആണോ ശരിക്കും? സയൻസ്. എത്രയോ ആൾക്കാർ ധൈര്യം, ചില ആളുടെ ബ്രെയിൻ ഒരുപാട് ഓർമ്മശക്തി ഉണ്ടാകും, മെമ്മറി കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് മാറ്റാൻ പാടുപെടുന്നുണ്ടാവും. എന്നിരുന്നാലും ചില ആളുകൾ പെട്ടെന്ന് ഈ മറവി രോഗം നമുക്ക് ശരിക്കുള്ളവരാ നമ്മള്. അതാ പറഞ്ഞത്, അത് ഓർമ്മയുടെ അല്ല. ഇപ്പം ഇപ്പൊ ഗണേശൻ തന്നെ ഒരു കാര്യം പറയാം. ഗണേശന് 1 വയസ്സുണ്ടായിരുന്നപ്പോ സംഭവിച്ച ഒരു സംഭവം, അത് എന്താന്ന് പോലും ഗണേശന് ഓർമ്മയില്ല. ഗണേശന്റെ പാരന്റ്സ് ഗണേശൻ കൂടെ ഒരു അമ്പലത്തില്, നമ്മുടെ ആലുവ കാലടിയം അവിടുത്തെ അമ്പലം തോന്നുന്നു, അമ്പലത്തില് ഗണേശൻ 1 വയസ്സുള്ളപ്പോ 1-1.5 വയസ്സുള്ളപ്പോ അമ്പലത്തിൽ വരുന്നു. അമ്പലത്തിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ഗണേശനെ മറന്നുപോയി. മറന്നുപോയി. അമ്പലത്തിൽ വെച്ച് മുമ്പിൽ അപ്പം വിചാരിച്ച അമ്മയിലുണ്ടെന്ന്, അമ്മ വിചാരിച്ച അപ്പനിലുണ്ടെന്ന്, മറ്റേ ചേച്ചി വിചാരിച്ച ഇവരുണ്ടെന്ന്, ഇവരെല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആളില്ലെന്ന് മനസ്സിലാവുന്നത്. സോ കുറച്ചു നേരം കുട്ടി ഒറ്റയ്ക്കാണ്, അമ്പലത്തിലൊരു കുളത്തിന്റെ സൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്.
ഇവര് ഓടി തിരിച്ചു വരുന്നു, കുട്ടിയെ എടുക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പൊ ഇത് എന്നോട് തന്നെ ഗണേഷ് ഒരുപാട് തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഗണേഷൻ കോമഡി ആയിട്ട് അത് പറയുന്നത്. പക്ഷെ ഇത് പിന്നീട് തെറാപ്പി ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു ഇൻസിഡന്റ് എന്നാണ് വേറെ ഒരുപാട് ഇൻസെക്യൂരിറ്റീസും ഒരുപാട് സെപ്പറേഷൻ ആങ്സൈറ്റിയും ഒക്കെ വരുന്നതെന്ന്. അത് കാരണം അത് ഓർമ്മയുടെ ചിലപ്പം ഓർമ്മയോ ഉണ്ടാവില്ല നമുക്ക്. ഇപ്പം 6 മാസം പ്രായമുള്ളപ്പോൾ സംഭവിച്ചൊരു കാര്യമായിരിക്കാം, ഓർമ്മയോ ഉണ്ടാവില്ല. പക്ഷെ ഉള്ളിൽ പോയി കിടക്കും, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. തെറാപ്പി നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിലിപ്പം ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഓർമ്മയില്ലാണ്ട് കിടക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് വരുന്നത് ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയായിരിക്കാം, കോൺഫിഡൻസ് ഇല്ലായ്മയായിട്ടായിരിക്കാം, ആങ്സൈറ്റി ആയിട്ടായിരിക്കാം, ഡിപ്രഷൻ ആയിട്ട് പല രീതിക്കും പുറത്ത് വരും. എന്തുകൊണ്ടാണ് ഇത് ഇവിടെ നിന്നാണ് വരുന്നതെന്ന് അവർ ഫുൾ ഡോട്ട് കണക്ട് ചെയ്ത് റൂട്ട് മാപ്പ് ഫുൾ എടുത്ത് ഫ്രണ്ടിൽ വെച്ചേരും. ഓക്കെ, നന്നായി, ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നന്നായി. അപ്പൊ നമ്മൾ ആ പാറ്റ്ന വിട്ടുകളയരുത്. ബീഹാറിന്റെ തലസ്ഥാന നഗരം പാറ്റ്നയാണ് എന്ന് താങ്കൾ പറഞ്ഞു. അത് താങ്കൾ പറയാൻ തോന്നിയ ആ ഒരു നല്ല നിമിഷത്തെ ഞാൻ നമിക്കുന്നു. കാരണം എനിക്ക് പണം പോകാതിരിക്കാനാണല്ലോ സാധ്യത, താല്പര്യം. ഓപ്ഷൻ സി പാറ്റ്ന, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ വലിയ രീതിയിൽ സന്തോഷിക്കും, വലിയ കാര്യങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിൽ ദുഃഖിക്കുകയും ചെയ്യുന്നതാണോ സ്വഭാവം? ഒന്നോടെ പറഞ്ഞേ. ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ, അത് ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വലിയ രീതിയിൽ ദുഃഖിക്കുക, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ചെറിയ രീതിയിൽ എല്ലാം വലിയ ദുഃഖമാണ്. എല്ലാം മറ്റേ ഡാർക്ക് അടിച്ച് 70,000 രൂപ കൈ കിട്ടി കേട്ടോ. അതിനകത്ത് നമ്മള് മുതല് വിട്ടിട്ടില്ലേ? 70,000 റുപ്പീസ് അങ്ങ് ചേർത്തലയിൽ എത്തിയിട്ടുണ്ട്, ഈശയിലെത്തി. ഞാൻ ചോദിക്കുന്ന ഒരുപാട് സങ്കടകരമായ സാഹചര്യങ്ങൾ ഉണ്ടായി, അതൊക്കെ മനസ്സിൽ കിടക്കും. ഇതെല്ലാം തെറാപ്പി നതാലിയ ചെയ്യേണ്ടി വരും എന്നുള്ളതും കൂടെ ഞാൻ അറിയുന്നു. നമ്മളൊക്കെ നമ്മളെ അസസ് ചെയ്യാൻ തുടങ്ങുക താങ്കളോട് സംസാരിച്ചപ്പോ. ഇവിടെ ഏത് ഓർമ്മ എന്റെ മനസ്സിൽ കിടക്കുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാം. അപ്പൊ താങ്കളുടെ ഒരുപാട് സങ്കടകരമായ സാഹചര്യത്തിൽ ഇതുപോലെ ഇങ്ങനെ കശേരികളിൽ വരെ പിടിച്ചു കിടക്കുന്ന വിഷമം ഏതാ? ഒന്ന് ജനറലി നമുക്കുള്ളൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവം എന്ന് പറയുന്നത് ഭയങ്കര ദുഃഖം തന്നെയാണ്. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് കുഴപ്പം. ഒരു പെട്ടെന്ന് ഭയങ്കര സ്ട്രെസ് ആയിട്ട് BP കൂടി, എനിക്ക് കൂടാറില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ അതൊക്കെ പ്രശ്നങ്ങൾ സ്റ്റേബിൾ ആയിട്ട് നിറയെ പ്രശ്നങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കുറെ പ്രാവശ്യം കുറെ നാൾ പ്രേമിച്ചിട്ട് അത് കട്ടായതായിരിക്കാം, അത് കുറെ നാളൊരു വിഷമമായിട്ട് കിടക്കും. പക്ഷെ ഇപ്പം ഇതെന്ന് പറയുന്നത് ഇപ്പൊ BPD എന്നൊരു സംഭവം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മൂഡ്സ് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഒരുപാട് മൂഡ് സ്വിങ്സ് എനിക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരുപാട് ബെറ്റർ ആയി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ 11 ജനങ്ങളെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ. ഈ 11 പേരെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ? വീണ്ടും ചിലരെ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടോ ഇപ്പൊ? എനിക്കറിയില്ല. കാര്യം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും. അതുകൊണ്ട് അല്ല, സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അവരെ കാണുമ്പോഴേ നമ്മള് വെച്ചാല് അവർക്കും ഒരു സന്തോഷം വരും നമ്മളെ കാണുമ്പോൾ. നിങ്ങളാണല്ലോ നമ്മളെ ഇങ്ങനെ സന്തോഷത്തിലേക്ക് എല്ലാ ഓരോ പാഠങ്ങളാണല്ലോ. നല്ല കോൺട്രിബ്യൂഷൻ. ഈ തെറാപ്പി വരാന്ത വെച്ച് കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഈ തെറാപ്പിക്കാരടുത്ത് അവരൊക്കെ തെറാപ്പിക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഉണ്ടോ? അതെന്താണ് അവരെ തെറാപ്പി നമ്മുടെ മുൻ കാമുകന്മാരായിട്ട് നടന്ന ഒരു കുറ്റമല്ലേ അവർ ചെയ്തിട്ടുള്ളൂ? അതും വേണമെങ്കിൽ പറയാം. പക്ഷെ അവരുടെയും ലൈഫ് ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി. ഇപ്പൊ പറയില്ല, ചില ആളുകൾ ഭയങ്കര ദേഷ്യമാണ്, എല്ലാം എറിഞ്ഞു പൊട്ടിക്കുന്നൊക്കെ പറയൂലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവര് ആ പ്രോസസ്സിൽ കൂടെ പോകുമ്പോ അവര് അനുഭവിക്കുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീമാണ്. താങ്കൾ ഈ മൂഡ് ചേഞ്ച് ഉണ്ടാകുമ്പോഴേ പരമാവധി എന്തൊക്കെയാ ചെയ്തിട്ടുള്ളത്? പരമാവധി പറഞ്ഞ പോലെ എറിഞ്ഞു പൊട്ടിക്കലൊന്നുമില്ല, ദേഷ്യമൊന്നുമില്ല. സെൽഫ് ഹാം, ഭയങ്കര കരച്ചില്, നോൺ സ്റ്റോപ്പ് കരച്ചിൽ, ഡ്രാമ. അമ്മ ഈ കരച്ചിലൊക്കെ വരുമ്പോ അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലാവോ ഇതൊക്കെ ഒരു ഇതിന്റെ പ്രശ്നമാണെന്ന്? അന്നേരം നമ്മൾ എന്ത് പറഞ്ഞാലും അത് ഏക്കൂല. നമ്മളത് തിരുത്താൻ നോക്കിയാലോ സമാധാനിപ്പിക്കാൻ നോക്കിയാലോ അത് ഏക്കൂല അങ്ങനെ. അപ്പൊ നമുക്ക് അറിയില്ലല്ലോ എന്താ പ്രശ്നം എന്നുള്ളത്. കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്റ്റേജ് ആണെന്ന് നമ്മൾ മനസ്സിലായത്. അത് കഴിഞ്ഞാണ് ഇവർ തെറാപ്പിക്കും സൈക്കാട്രിസ്റ്റിനൊക്കെ പോയത്. അത് കഴിഞ്ഞാണ് ഈ ഒരു സ്റ്റേജ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അല്ല, അമ്മയ്ക്ക് അത് കഴിഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ അത് പിന്നെ കൂടുതൽ വേഴ്സാവുകയുള്ളൂ. അതമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അടിക്ക് ഒരു കാരണം ഇട്ട് തരാം ഞാൻ. ഞങ്ങൾ തമ്മിൽ അങ്ങനെ അടിയൊന്നും ഉണ്ടാവാറില്ല. ഇത് ആരുടെ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടിയാന്ന് ചോദിച്ചാൽ മതിയല്ലോ. മിക്കവാറും ഇവിടുന്നായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, ഗൗരി ഇത് കൂടുതലും സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു തെറാപ്പിക്ക് വിധേയമാക്കണമെന്നും അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ ഒരു ഡിസോർഡറിന് കാരണമാകുന്നെന്നും ഒക്കെ നമ്മൾ BPD ഒക്കെ തിരിച്ചറിയുന്നത് ഈ കോവിഡ് കാലത്താണോ? കോവിഡിന് മുന്നേ കല്യാണം കഴിഞ്ഞ 6 മാസത്തിലാണ് ഗണേഷ് ആദ്യം പറയുന്നത് ഡോക്ടറിന്റെ അടുത്ത് പോകണമെന്ന്. അതെന്തുകൊണ്ടാണ് ഗണേഷ് തോന്നിയത്? ഗണേഷ് അതെന്തുകൊണ്ടാണ് തോന്നിയത്? ഗണേശിന് ഒരു ഡിമാൻഡ് ഉന്നയിച്ചു, ഒരു ഭാര്യയോട് ഉന്നയിക്കാവുന്ന സ്വാഭാവിക അവളുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. സ്ലീപ്ലെസ് നൈറ്റ്സ്, കുറെ കരച്ചിൽ, അങ്ങനെ പ്രശ്നങ്ങൾ. നമ്മുടെ നാട്ടിൽ പൊതുവേ ഈ ഭർത്താക്കന്മാരിറങ്ങി ഭാര്യയോട് നീ ഒരു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ചെമ്പ് കലത്തിലെ വെള്ളം എടുത്ത് വന്ന് കഴിച്ചു. ഇങ്ങനെ അങ്ങനെയൊന്നും സംഭവം ഉണ്ടായില്ലല്ലേ? ഇല്ല, ഞങ്ങൾക്ക് രണ്ടുപേരും മെന്റൽ ഹെൽത്ത് അവയർനെസ് ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇഷ്യൂ ഉണ്ടായില്ല അല്ലേ? ഗുഡ്. അപ്പോ
എന്നിട്ട് അത് കൺവിൻസ്ഡ് ആയോ? സമയമെടുത്തു. Why? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളങ്ങനല്ലേ പറയത്തുള്ളൂ. ഒരു പ്രശ്നമില്ല, അതൊന്നുമില്ല. ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പണിയല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ആദ്യം പോകുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ BPD, OCPD, PTSD, OCPD എന്താ? ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതുകൊണ്ട് ഇതിനെല്ലാം ഫുൾ ഫോം ഉണ്ടല്ലോ, എക്സ്പെൻഷൻ. ഞാൻ ആക്ച്വലി MA സൈക്കോളജി ജോയിൻ ചെയ്തു ഇപ്പോ. അത് വളരെ നന്നായി. കാര്യം അറിയാം, നമ്മള് ചെറിയൊരു വൈറൽ ഫീവർ ഉണ്ടെങ്കിൽ ഡോക്ടർ ആവാൻ ശ്രമിക്കുന്നില്ല. അത് ഗംഭീരമായി അറിയണമെന്നോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അല്ല. ടോപ്പിക്. മാത്രല്ല മനഃശാസ്ത്രം പഠിച്ച് മ്യൂസിക് ആയി വിടരുത്. ഇല്ല, ഒരിക്കലും മനഃശാസ്ത്രം മ്യൂസിക്കുമായിട്ട് ഇടകലർത്താൻ കോവിഡ് ഒക്കെ വന്ന് ഒരുപാട് രമേശ് ഒരാൾ തൃശ്ശൂർ ഉണ്ടായിരുന്നു, കേട്ടോ? അദ്ദേഹം അരവിന്ദന്റെ സിനിമയിലൊക്കെ സംഗീതം ചെയ്ത ആളാണ്. അത് സൈക്കാട്രിസ്റ്റ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം എന്ന് വെച്ചാൽ വളരെ റയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള മനഃശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന് ഒരു രോഗി കടാരി എടുത്ത് കുത്തിക്കളഞ്ഞ ദിവസം. വലിയ ഭീകരമായ കുത്തേറ്റു അദ്ദേഹത്തിന്. അദ്ദേഹം ഇപ്പൊ ഇല്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ശരിക്കും ബേസിക്കലി അദ്ദേഹം സൈക്കാട്രിസ്റ്റ്, അടിമുടി മനഃശാസ്ത്രജ്ഞനാണ്. അതേസമയം അദ്ദേഹം നല്ല മ്യൂസീഷ്യനുമായിരുന്നു, കമ്പോസ് ചെയ്തിട്ടുണ്ട് അരവിന്ദന്റെ സിനിമയ്ക്ക് വേണ്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ മനഃശാസ്ത്രം അദ്ദേഹത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവും, ഈ സൈക്കാട്രി എന്നുള്ള ശാഖ. വളരെ അടിപൊളിയാണ്. പഠിച്ചു തുടങ്ങിയല്ലേ MA സൈക്കോളജി? പഠിച്ചു തുടങ്ങി, കൊള്ളാം. അപ്പൊ നമുക്ക് അത് നല്ല ഒരു തീരുമാനം കേട്ടോ, എന്തുകൊണ്ടും നന്നായി. അപ്പൊ ഇപ്പൊ നമുക്ക് ഈ ഡോക്ടറെ തെറാപ്പിക്ക് നമ്മൾ ചെല്ലുമ്പോ എന്താണ് ആ തെറാപ്പിയുടെ ഒരു സ്റ്റൈല്? നമ്മുടെ ജീവിത കഥകൾ മൊത്തം പറയേണ്ടി വരുമോ, അതോ അത് എഴുതി കൊടുക്കാൻ പറയൂ? ഇല്ല, അത് ഓരോ ഡോക്ടേഴ്സും ഓരോന്ന് പോലെയാണ്. നട്ടാനിയുടെ അപ്രോച്ച് എന്ന് പറഞ്ഞാല് പുള്ളിക്കാരിക്ക് നമ്മൾ ഒട്ടും എന്ത് കോഴ്സ് കഴിഞ്ഞതാ? കുറെ ഉണ്ട്. ഞാൻ പുള്ളിക്കാരുടെ ബയോ എന്തൊക്കെയോ കുറെ പഠിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി നമ്മളെ ജഡ്ജ് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. എന്ത് വേണമെങ്കിലും പറയാം. നീ ചെയ്ത് ശരിയാണ് തെറ്റാണെന്ന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. സൈക്കോളജിസ്റ്റ് ഷുഡിൻ സേ ദാറ്റ്. ചെയ്ത് തെറ്റാ ശരിയാണ്, ഇങ്ങനെ ഇങ്ങനെ ചെയ്യരുത് ഒന്നും പറയാൻ പാടില്ല. സപ്പോർട്ട് ചെയ്യണം. കേൾവി ഫസ്റ്റ് തിങ്, നല്ല ലിസണർ ആവാന്നുള്ള, കേൾക്കാൻ ഒരാളുണ്ടാവുക, ബയസ്ഡ് ആവരുത്. ആവാണ്ട് നമ്മൾ പറയുന്ന കേട്ടിട്ട് നമ്മളെ കൊണ്ട് തന്നെ സൊല്യൂഷൻ കണ്ടുപിടിപ്പിക്കും. അവര് നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ച്, ആക്ച്വലി ഇതിന്റെയൊക്കെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവര് കറക്റ്റ് ചോദ്യം കറക്റ്റ് സമയത്ത് ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സാധനം പറഞ്ഞു. ഗൗരിലക്ഷ്മി കണ്ടുപിടിച്ച ഉത്തരം ഏതായിരുന്നു? എന്തിന്റെ? അല്ല, ഈ ഗൗരിലക്ഷ്മിയുടെ പ്രശ്നം എന്താന്ന് ഡോക്ടർക്ക് മനസ്സിലായി കാണും അല്ലേ? ഗൗരിക്ക് മനസ്സിലായെന്നാണല്ലോ ഇതിന്റെ ആത്യന്തികമായി കണ്ടെത്തൽ. അപ്പൊ ഉത്തരവും താങ്കൾ തന്നെ പറഞ്ഞതല്ലേ പറഞ്ഞേ? ചികിത്സാവിധി. ഓക്കെ, അല്ല, ഒരു ചികിത്സാവിധിയിൽ ഒരു ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സെൽഫ് ബ്ലെയിം ടെൻഡൻസി ഭയങ്കര ഉണ്ട്. എന്ത് സംഭവിച്ചാലും ഇത് ഞാൻ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് എന്റെ പ്രശ്നമാണ്, ഞാൻ കാരണമാണ് ഇത് ഉണ്ടായത്. ചുമ്മാ ഗണേഷ് വേറെ ആരെങ്കിലും ഫോൺ ചെയ്ത് വേറെ ഏതെങ്കിലും എടുത്തോണ്ട് വഴക്കിട്ട് നടന്നാലും അതെന്തോ എന്റെ പ്രശ്നമായിട്ട് ഞാനത് പോയിട്ട് എന്ത് പറ്റി ചോദിച്ചോണ്ടിരിക്കും. നമ്മൾ ഈ തെറാപ്പിക്ക് പോയതിനു ശേഷം എത്ര മാസം തെറാപ്പി കഴിഞ്ഞു? തെറാപ്പി ഇപ്പം 11 സെഷൻ. അതിന് മുന്നേ ഞാൻ കുറേ നാൾ മെഡിക്കേഷൻ എടുത്തായിരുന്നു. തെറാപ്പി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിരിക്കും. ഏത് രീതിയിലാണ് ഇമ്പ്രൂവ്മെന്റ്? സമാധാനം, സ്വന്തമായിട്ട് അസസ് ചെയ്യാൻ പറ്റുക. ഒരു ഭയങ്കര ട്രിഗർ വന്നു, ഇമോഷണൽ ഡ്രാമ കുറഞ്ഞു, പിന്നെ ഒരുപാട് പൊട്ടിക്കരയുന്നത് കുറഞ്ഞു. ആ സമയത്തൂടെ പാട്ട് പാടുവോ അതോ കമ്പോസ് ചെയ്യൂ? വല്ല എവിടെയെങ്കിലും പോയി മാറിയിരിക്കും. അപ്പൊ ഈ ഏകാന്തത ഇതിന് സുഖകരമാണോ? കുഴപ്പമില്ല. ലോൺലി ആയാലും എന്തുവാ മാനസികാവസ്ഥ? ഓക്കെയാണ്. അപ്പൊ ലോൺലി ആയിട്ടിരിക്കുക നമുക്ക് പറയാൻ പറ്റും. അപ്പൊ 80,000 രൂപയുടെ ചോദ്യം, 80,000 മോണിറ്റർ. ഏത് രാജ്യത്തിലെ ഫുട്ബോൾ ക്ലബ്ബാണ് AC മിലാൻ? ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി ഇറ്റലി, ഓപ്ഷൻ ഡി സ്പെയിൻ, ഓപ്ഷൻ ഇ പോർച്ചുഗൽ. ഓപ്ഷൻ സി ഇറ്റലി. ഓപ്ഷൻ സി ഇറ്റലി. കൂട്ടാമോ? കൂട്ടാമല്ലോ. ഓപ്ഷൻ സി ഇറ്റലി. ഗണേശി, ഇത് ശരിയായിരിക്കൂ? ശരിയാണ്. ഓപ്ഷൻ സി ഇറ്റലി. അപ്പൊ നമുക്ക് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട മനോഹരമായിട്ട് 2 വരി ഗാനം കൊണ്ട് കേട്ട ഇറ്റലി ആയതുകൊണ്ട് ഇറ്റലിയും സൂചിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ நான் இங்க சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அது எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியமே. ഓക്കെ, താങ്ക് യു, വെൽ ഡൺ, ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇറ്റലിയിലേക്ക് മടങ്ങുന്നു. ഓപ്ഷൻ സി ഇറ്റലി ശരിയായിരിക്കുമോ? കിട്ടി പോയി നോക്കാം. എന്തായാലും കൈവിട്ടു പോയി അല്ലേ? വാവിട്ട വാക്കും പറയാറില്ലേ ആൾക്കാര്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. ഓപ്ഷൻ സി ഇറ്റലി. തെറ്റിയാൽ 7,000 രൂപ, 7,000 റുപ്പീസ്. പിൻവാങ്ങിയിരുന്നെങ്കിൽ 30,000 രൂപ. ഓപ്ഷൻ സി ഇറ്റലി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാ. ഉത്തരം ശരിയാ. 80,000 രൂപ നമ്മുടെ കീശയിലായി. കുട്ടേട്ട എന്തോ ചോദിക്കുന്നു. കുട്ടേട്ടാ, ഗൗരിലക്ഷ്മി
നിങ്ങൾ ചെന്നൈയിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് വീട് മാറുമായിരുന്നല്ലോ, അതിന്റെ പുറകിൽ ഒരു കഥയുണ്ടല്ലോ. യെസ്, അതെ. സ്ഥിരമായി വീട് മാറുക? ഇല്ല, സ്ഥിരമായിട്ടല്ല. ഞാൻ പാട്ട് പഠിക്കാൻ പോയ സമയത്ത് താമസിക്കാൻ വേണ്ടി ഇങ്ങനെ പല പല സ്ഥലങ്ങള് മാറേണ്ടി വന്നിട്ടുണ്ട്. അതെന്താ കാര്യം? ആദ്യം നമ്മൾ താമസിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അതോ അവര് എല്ലാം ഉണ്ട്. ഇല്ല, ആദ്യം സാറിന്റെ അടുത്ത് ജോയിൻ ചെയ്ത സമയത്ത് ഒരു കസിൻ അവിടെ ചെന്നൈയിലുണ്ടായിരുന്നു. അപ്പോ ആദ്യം അവിടെയാണ് നിന്നിരുന്നത്. പിന്നെ കസിൻ ട്രാൻസ്ഫർ ആയി അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പൊ എനിക്ക് ചെന്നൈ നിൽക്കാൻ സ്ഥലമില്ലാണ്ട് ഇപ്പൊ നമ്മള് റെഗുലർലി മാസം ഒരു 3-4 ദിവസം പോയിട്ട് തിരിച്ചു വരും. അപ്പൊ ഹോസ്റ്റൽസ് എന്നുള്ള സംഭവം വർക്കൗട്ട് ആവില്ല. അത് കഴിഞ്ഞ് സാറ് പറഞ്ഞു എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ താമസിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ ഫ്ലാറ്റിൽ 2 മാസം പോയി വരും അവിടെയായിരുന്നു. പിന്നെ പുള്ളി ആ ഫ്ലാറ്റ് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടുന്ന് മാറി. അപ്പൊ സാറ് പറഞ്ഞു എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോളൂ എന്നെങ്കിൽ എൻ്റെ അമ്മയുടെ മുറിയുണ്ട്, അവിടെ കിടന്നോളാൻ പറഞ്ഞു. അപ്പം അവിടെ 2 മാസം കിടന്നപ്പോഴേക്കും പുള്ളിയുടെ അമ്മയ്ക്ക് എന്നെ സെറ്റ് ആവുന്നില്ല. അപ്പൊ അങ്ങനെ അവിടുന്ന് പുറത്തായി. പിന്നെയാണ് YWCA ഹോസ്റ്റലിൽ പോയി. പിന്നെ അവിടെ അവിടെ സെറ്റ് ആയില്ല. അവിടെ ഞാൻ റെഗുലർലി അത് 2 സൈഡും പ്രശ്നം മോസ്റ്റ്ലി കോൺട്രിബ്യൂഷൻ അല്ല, അവരുടെ പോളിസീസ് പറയുന്നത് മാസം ഫുൾ അവിടെ വേണമെന്നാണ്. ഞാൻ മാസം ഫുൾ ഉണ്ടാവില്ല. അപ്പൊ അവിടുന്ന് പുറത്തായി. പിന്നെ ഞാനൊരു മാമിയുടെ വീട്ടിൽ പോയി താമസിച്ചു. വീട്ടിൽ റാൻഡോ ആളുകളൊക്കെ വരും. വന്നിട്ട് ഒരു ദിവസം ഒരു പുള്ളിക്കാരിനെയും കൊണ്ട് പുള്ളിക്കാരുടെ അമ്മ വന്നു. എന്റെയൊക്കെ പ്രായമുള്ള ഒരു കുട്ടിയെയും കൊണ്ടാ വന്നത് ഫുൾ തളർന്ന് താങ്ങി പിടിച്ചോണ്ടൊക്കെ വന്ന് നേരെ. ഇപ്പൊ എനിക്ക് അത്ര നാളൊന്നും അറിയത്തില്ല. ഞാനവിടെ ഡ്രോയിങ് റൂം ഇരിക്കുകയായിരുന്നു. പ്രയർ റൂമിൽ പോയിട്ട് പ്രയർ റൂമിൽ ഭയങ്കര ബഹളം. അപ്പം കുറച്ചപ്പോഴേക്കും കുട്ടിയുടെ അമ്മ ഓടി വന്നൊരു മഗ് എടുത്തുകൊണ്ട് പോകുന്നു. മഗ്ഗിലേക്ക് കുട്ടിയെ ഛർദ്ദിപ്പിക്കുന്നു. ആകെ ബഹളം. അത് കഴിഞ്ഞ് കുട്ടി തിരിച്ച് നടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു അത് കുട്ടിയുടെ ദേഹത്ത് മറ്റേ അവരുടെ ഭർത്താവിന്റെ വീട്ടുകാർ ഇങ്ങനെയൊക്കെ അതാണ് ഞാനിപ്പോ ഈ വഴി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി സെറ്റ് ആവില്ല, ഇവിടെ നിന്ന് ഇറങ്ങി ഓടാം. താങ്കൾക്ക് വിശ്വാസമുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ? പ്രേതഭൂതാദികളിലൊന്നും ഒരാളും കൂടെ വന്നിട്ടില്ലല്ലോ. സംഗീതത്തിന്റെ രാത്രികളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രേതത്തെയും കണ്ടുമുട്ടാറ് ഭാഗ്യം കിട്ടി. ഇനി അതുണ്ടാവും അടുത്ത 5 കൊല്ലത്തിന്റെയും. ഓക്കെ, നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 1 lakh. കുട്ടേട്ട ലെവൽ 3. അപ്പൊ നമ്മൾ ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. ഏത് നദീതീരത്താണ് ഗുവാഹത്തി നഗരം? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഓപ്ഷൻ ഡി ഗോദാവരി, ഓപ്ഷൻ ഇ നർമ്മദ. ഹെൽപ്പ് വേണം. നമുക്ക് ആരുടെ വേണം? കുട്ടേട്ടന്റെ വേണോ? കുട്ടേട്ട. ഗൗരി ലക്ഷ്മി അവസാനത്തെ പിടിവിളിയാണ്. 2 ഓപ്ഷൻസ് പറയും, അതിൽ 1 ശരി ഉത്തരം. എ സിന്ധു, സി ബ്രഹ്മപുത്ര. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. പൂട്ടാമല്ലോ. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. അച്ഛൻ ഇത് അറിയാമായിരുന്നു? ഇല്ല, പിടിയില്ലായിരുന്നു. നന്നായി. സംശയം. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ഉത്തരം 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ലക്ഷാധിപതിയാകാൻ പോകുന്ന ചോദ്യത്തിലൂടെയാണ് യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്. ഓപ്ഷൻ സി ബ്രഹ്മപുത്ര. ഉത്തരം ശരിയാണ്. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോ ജീവിതത്തിലെ ഏത് വഴി പോകണം എന്ന് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. യു ഡിസൈഡഡ് ഏത് വഴിയാ? ആർട്ടിസ്റ്റ്. അല്ല, ആർട്ടിസ്റ്റ് ഒരു വിശാലമായ ലോകമല്ലേ? ക്രിയേറ്റ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ്, പെർഫോം ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ്. സാമൂഹിക സാഹചര്യം കൊണ്ട് നമ്മൾ ചില പണിക്ക് പോകും. എന്നാൽ നമ്മള് പ്രൊഫഷണൽ ടേസ്റ്റ് കൊണ്ട് ചില പണിക്ക്. അതാണ് ആ പണിയെടുക്കാൻ വേണ്ടി അവതരിച്ചവളാണ് ഈ ഗൗരി ലക്ഷ്മി എന്ന് തോന്നുന്ന രീതിയിൽ പോകുന്ന പണി ഏതാ? രണ്ടും. ഇതിപ്പം കഞ്ഞി കുടിക്കാൻ കൂടെ വേണ്ടിയാണല്ലോ ജോലി ചെയ്യുന്നത്. നടക്കുന്നുണ്ട്. വലിയ കോവിഡ് വന്ന് ചെറുതായിട്ടൊന്ന് വയറ്റടിച്ചായിരുന്നു. വയറ്റടിച്ചിട്ട് വീണുപോയോ? ഇല്ലില്ല, കുഴപ്പമില്ല. നമ്മുടെ യൂട്യൂബ് ചാനൽ രക്ഷപ്പെടുത്തിയോ? യൂട്യൂബ് ചാനലുള്ള ആളുകളിലേക്ക് എത്തും. പക്ഷെ ഫിനാൻഷ്യലി നമുക്ക് വലിയ ലാഭമൊന്നും യൂട്യൂബിൽ നിന്നും കിട്ടില്ല. അതിന്റെ നമ്പർ കൂട്ടാൻ പറ്റാത്ത പരിപാടിയൊന്നുമില്ലേ? നമ്പർ കൂട്ടാൻ അങ്ങോട്ട് കാശ് ഇട്ടിട്ട് ആളെ വെച്ച് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. ആളെ വെച്ച് കൂട്ടി അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റ് കോംപ്രമൈസ് ചെയ്ത് നമുക്ക് താല്പര്യം ഇല്ലാത്തൊരു നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടൈപ്പ് ഓഫ് കണ്ടന്റ് ഉണ്ടല്ലോ, അപ്പൊ അത് ഇറക്കിക്കൊണ്ട് പൈസ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും. സോ മെയിൻ ഇൻകം എപ്പോഴും പെർഫോം ചെയ്യുമ്പോൾ തന്നെയാണ് സന്തോഷം. കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് തളരുന്ന സാഹചര്യം ഉണ്ടായില്ലല്ലോ? ഉറപ്പായിട്ടും വരുമാനം കുറഞ്ഞു. പിന്നെ രണ്ടുപേർക്കും. പിന്നെ വീട്ടിലും കുറഞ്ഞു. അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലായിരുന്നോ, അപ്പൊ ഫുൾ ലോക്ക്ഡൌൺ ഒക്കെ ആയി. പിള്ളേരെ പുറത്തിറക്കണില്ല. ഈ മകൾ ഭയന്നോ? ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. ആരെ പഠിപ്പിച്ചു? കുട്ടികളെ മ്യൂസിക് ക്ലാസ് തുടങ്ങി. അത് കോവിഡ് കാലത്ത് വീട്ടിൽ വരാൻ പറ്റത്തില്ലല്ലോ. ഓൺലൈൻ ക്ലാസ്സസ്. അത് കച്ചവടം നടന്നോ? കുറച്ചൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടി പോയി. പക്ഷെ നമ്മുടെ മെയിൻ ഇൻകത്തിന്റെ അടുത്ത് പോലും വരില്ല, അതൊന്നും വരില്ല. പക്ഷെ അത് ശരിക്കും ഭയങ്കര കഷ്ടമാണ്. കാരണം ഒരുപാട് ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്യാതറിങ്സ് നടക്കുന്നുണ്ട്. നമ്മൾ മറ്റേ ആർട്ടിസ്റ്റുകൾ മാത്രം ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ ഇരുന്നോണെന്ന് പറഞ്ഞാൽ
നടക്കുന്ന കാര്യമല്ല. നടക്കുന്ന കാര്യം. കോവിഡിനെ പേടിയില്ലേ? ഇനി വലിയ പേടിയൊന്നുമില്ല. ഈ കൃമികീടം, കൊറോണ, ഒമിക്രോൺ ഇല്ല, വലിയ പേടിയൊന്നുമില്ല. പേടിയൊന്നുമില്ല. പൊതുവെ മനസ്സ് പേടിയില്ലാത്തതാണോ? കുറവാണ്. വലിയ കഷ്ടമായി പോയി കേട്ടോ. ജനറൽ ഫ്ലഡ് സമയത്ത് അവിടെ കണ്ടുപിട്ടു. ഞാൻ ഉണ്ടായിരുന്നു 2016. ഫസ്റ്റ് ഫ്ലഡ് വന്നത്. അപ്പൊ പഠിക്കാൻ പോയ സമയത്താണോ അത്? ഇത് ഞാൻ ഈ പറഞ്ഞ പാട്ട് പഠിക്കാൻ പോണ സമയമായിരുന്നു. അപ്പം നമ്മുടെ മാമിയുടെ വീട്ടിലായിരുന്നു. മാമി ഇങ്ങനെ പറയാണ്ട് ഭയങ്കര മഴയാണ് വരുന്നത്, വൈകുന്നേരം ഡാം തുറന്നു വിടും, ഫ്ലഡ് ആവും, പിന്നെ കറണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നമ്മളെത്ര മഴ കണ്ടത്, ഇത് ഇവിടുന്ന് ഇവര് ചെന്നൈ മഴയൊന്നും കാണാണ്ട് കിടക്കുവാണ്, അതുകൊണ്ട് ഇവരിങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഞാൻ ജനലിൽ കൂടെ ഒക്കെ പുറത്ത് നോക്കുമ്പോൾ ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട് റോഡ് സൈഡിൽ, ഒരു സാൻഡ്രോ കാർ. വൈകുന്നേരം ഉച്ചയ്ക്ക് ഉറങ്ങി വൈകുന്നേരം വന്ന് നോക്കിയപ്പോഴേക്കും കാറ് കാണാനില്ല, വെള്ളം കാറിന് മുകളിലെത്തി. അപ്പൊ മനസ്സിലായി പണിവാളിന്ന് മനസ്സിലായി, കുഴപ്പമായിന്ന് മനസ്സിലായി. മാമിയോട് ഇരിപ്പുണ്ട്, മാമി ഇങ്ങനെ ചില്ല് ചെയ്തിരിപ്പുണ്ട്. അപ്പം എന്റെ ഫോണിലൊക്കെ ബാറ്ററി ലോ ആണ്, കറണ്ട് പോയി. പിന്നെ ബാഗൊക്കെ എടുത്ത് നമ്മുടെ ഒരു ഫ്രണ്ട് തൊട്ട് ഓപ്പോസിറ്റ് താമസിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ഇറങ്ങി വെള്ളത്തിൽ കൂടെ നീന്തി ഇവിടം വരെ ഉള്ളതായിരുന്നു. ഇത് മാമ്പലമായിരുന്നു, വെസ്റ്റ് മാമ്പലം. അവിടുന്ന് പോയി ഏതോ ഒരു സ്ഥലം വരെ നടന്ന് അവിടെ വേറൊരു ഫ്രണ്ട് കാറും കൊണ്ടുവന്ന് ആ കാറിൽ കയറി, ആ കാറും വെള്ളം, വണ്ടി നിർത്തി കഴിഞ്ഞാൽ അകത്ത് വെള്ളം കയറും. പുള്ളി ചവിട്ടി 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 വേറൊരു ഫ്ലാറ്റിലെത്തി. ഞങ്ങൾ ചെല്ലുന്നവരെ അവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് കയറി ഉടനെ അവിടുത്തെ കറണ്ടും പോയി. അപ്പോൾ രാവിലെ അവിടെ എപ്പോഴും കാണുന്ന കാറൊക്കെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട്. ആളുകൾ കാർ ഇങ്ങനെ തള്ളി ഒരു സൈഡിലോട്ട് നീക്കി വെക്കുന്നു. അതൊക്കെ ഒരാഴ്ച നല്ല രസമായിരുന്നു. ഭക്ഷണം കഴിക്കാനൊക്കെ പ്രയാസമായിക്കാണോ? ഭക്ഷണം നടന്ന് കുറെ നടന്നു പോയിട്ട് ഒരു കഫേ കോഫിയുടെ മാത്രം ഒരു കുഴപ്പമില്ല. അവിടെ ഫോണുണ്ട്, കറണ്ട് ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ മാത്രം അതെങ്ങനെ കിട്ടി എനിക്കറിയില്ല. അവിടെ മാത്രം ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങളൊരു 2-3 കിലോമീറ്റർ നടന്ന് അവിടെ ചെന്ന് അവിടെ ഭക്ഷണം കഴിച്ച് അവിടെ പല്ല് തേച്ച് അവിടെ ബാത്റൂം പോയിട്ട് തിരിച്ച് വീട്ടിൽ വരും. താങ്കൾ ഒരു പാട്ടിന്റെ കമ്പോസിംഗിൽ ഇരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണോ ഈ അബോർഷൻ സംഭവിച്ചത്? ഇല്ല, ഇത് ബേസിക്കലി ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് ആലോലം ലവ് ആക്ഷൻ ഡ്രാമയിലെ പാട്ട് വരുന്നത്. അപ്പം അതിന്റെ ഫൈനൽ റെക്കോർഡിങ്ങിന്റെ അന്ന് റെക്കോർഡിംഗ് വൈകുന്നേരമാണ്, ഉച്ചയ്ക്കാണ് എനിക്ക് റിസൾട്ട് വരുന്നത്, സ്കാൻ റിസൾട്ട് വരുന്നത്. ഇത് കുട്ടി ഹെൽത്തി അല്ല, ഇത് പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യണം എന്നൊരു റിപ്പോർട്ട് വരുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ ഞാൻ പോകുന്നത് നമ്മുടെ റെക്കോർഡിങ്ങിനാണ്. അപ്പം അവിടെ ചില മിഥുനാണ്, സിംഗർ മിഥുനാണ് റെക്കോർഡ് ചെയ്യാനിരിക്കുന്നത്. പുള്ളി ആ മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാൻ ചേട്ടൻ ഓൾറെഡി അതിന്റെ ബാക്കി വർക്കിൽ ഭയങ്കര തിരക്കാം. അപ്പൊ എന്നോട് പാടിക്കോളാൻ പറഞ്ഞു. പാട്ട് പാടി കഴിഞ്ഞിട്ട് പുള്ളിക്ക് പാട്ട് അയച്ചു കൊടുത്തു. അപ്പം പുള്ളി എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അത് പാട്ടിലൊരു ചിരിയുടെ കുറവുണ്ട്, ഭയങ്കര പ്രേമമുള്ള പാട്ടാണ്, കുറച്ചുകൂടി ചിരിച്ചോണ്ടൊക്കെ പാടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ കയറി അതങ്ങ് ഫിനിഷ് ചെയ്തിട്ട് കാറിനെ തീർത്തിട്ട് തിരിച്ചു വന്ന് ഫുൾ ചിരിച്ച് പാട്ടുപാടി. അതാണ് ഇപ്പൊ ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്ത് പ്രശ്നം വന്നാലും ഒരിക്കലും വർക്കിനെ അത് എഫക്ട് ആലോലം ചാഞ്ചാടും നാളത്തിൽ ചേരുന്നേ ആരോ പൊൻസൂര്യനോ, പൂന്തെന്നൽ വന്നാലും വാടാതെ നിന്നാടും താരാജാലങ്ങളോ, ഉയരിൽ നിറയും അരിയ കിനാവുകളെ ചിറകിൽ ഉയരാൻ കൊതിയോ, മധുരം പകരും ഒരു പിടി നിമിഷവുമായി ഇതുവഴി പോകുവതാരോ, തിരി തിരി നറു തിരി തിരിയുടെ കതിരൊളിയോ മൽച്ചേലോടെ മിഴീണ ചിമ്മി തൊഴുതുണരാനിന്നെന്താവോ. ഓക്കെ, ഗുഡ്. 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് ഇത് കിടക്കുന്നത്. 2 lakhs. മോണിറ്റർ അങ്ങോട്ട് നോക്കിയാലൊരു ദൃശ്യം കാണാം. LED നോക്കിക്കോളൂ, കാര്യമായിട്ട് നോക്കിക്കോളുക. ഏതാണ് ഈ രാജ്യം? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി അമേരിക്ക, ഓപ്ഷൻ ഡി കാനഡ, ഓപ്ഷൻ ഡി മംഗോളിയ. മംഗോളിയ പോയിട്ടുണ്ടോ? ഇല്ല. വീട്ടുകാരൊരു പിടിവള്ളിയുണ്ട്, മറന്നുപോരുത്. അറിയത്തില്ല. അല്ല, നമുക്ക് ചോദിക്കാം. ഈ പുള്ളി ഇനി ഹെൽപ്പ് ചെയ്യത്തില്ല. ഇല്ല, ആ കുട്ടേട്ടൻ കഴിഞ്ഞു, പുള്ളി കട അടച്ചു പോയി. ഇത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് 50,000 രൂപ കൈ കിട്ടും. ശരി, നമ്മള് പിന്മാറി. നമ്മൾ തെറ്റിച്ചാൽ 10,000 രൂപ കിട്ടും. 2 ഉത്തരം അറിയാമെങ്കിൽ മണി ഷെയർ എന്നൊരു കളിയുണ്ട് ഇവിടെ. അതായത് 2 ഉത്തരം നമുക്ക് ഇതിനകത്ത് 2 ഉത്തരം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ 2 ഉത്തരത്തിൽ നമുക്ക് ഈ 2 ലക്ഷം രൂപയുടെ പണം പകത്ത് വെച്ച് മത്സരിക്കാം. അതിലൊരു ഉത്തരം ശരിയാണെങ്കിൽ ആ ഉത്തരത്തിൽ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ചേർത്തലയ്ക്ക് പോകാം. നമുക്ക് ഇങ്ങോട്ടൊന്ന് ചോദിക്കണ്ടേ? എടുത്ത് നോക്കാം. അപ്പൊ എന്തായാലും അച്ഛനും അമ്മയും
മരുമോനും കൂടി ഇരുന്ന് ആലോചിച്ചൊന്ന് പറഞ്ഞാൽ നന്നായി. ചൈന, അമേരിക്ക, റഷ്യ. റഷ്യ, ചൈന, അമേരിക്ക, കാനഡ, മംഗോളിയ. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ജോഗ്രഫി വീക്കാണ്. അമ്മ എന്താ പറഞ്ഞോ? വെറുതെ ഗസ് ചെയ്യാന്നേ ഉള്ളൂ. റഷ്യാന്ന് എനിക്ക് തോന്നുന്നു. റഷ്യ ആണെന്ന് ഉറപ്പുണ്ടോ? അമ്മ പാവം, അമ്മ അവിടെ ഇരുന്ന് ഉറപ്പില്ല. ഇല്ല. റഷ്യാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ. ഇതൊരു മകളുടെ വിശ്വാസത്തിന്റെ ഒക്കെ പ്രശ്നമാണ്. ശരി, റഷ്യ. അമ്മയ്ക്ക് വേണ്ടിയാണോ കൂട്ടുന്നത്? പോണെങ്കി പോട്ടെ, കുഴപ്പമില്ല. റഷ്യ. അതാണ് അമ്മ വേണ്ടത്. അമ്മ മുഴുവൻ ടെൻഷനും സമാഹരിച്ച് അവിടെ ഇരുന്നോളൂ. അമ്മയുടെ നിമിഷങ്ങൾ ആയി അല്ലേ? അമ്മ മകളുടെ കാര്യത്തിൽ പറഞ്ഞത് എത്ര തവണ തെറ്റിയിട്ടുണ്ട്? ഏകദേശം എല്ലാം ശരിയായിരുന്നു. എല്ലാം ശരിയായിട്ടുണ്ട്. മകളുടെ കല്യാണം തെറ്റി, അവിടെ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചു. ഇല്ലില്ല, ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ഇല്ലായിരുന്നു. 2 മ്യൂസിക് പഠിക്കാൻ പോയി, അമ്മ പറഞ്ഞായിരുന്നു. അത് എന്റെ നിർബന്ധമായിരുന്നു. 3 കോളേജിൽ ചേർന്നു, അമ്മയുടെ തീരുമാനമായിരുന്നു. അല്ല, അവളുടെ ഇഷ്ടത്തിന് നമ്മൾ നിന്നു കൊടുത്തതാ. ആ തെറാപ്പി ക്യൂബൻ ഡോക്ടറെ കാണാൻ പോയി, അത് അമ്മയുടെ തീരുമാനമായിരുന്നു. നമ്മളൊന്നിനും എതിര് നിൽക്കാറില്ല. അവൾക്ക് അത് ശരിയെന്ന് തോന്നണത് അവളുടെ ശരി ആണ്. അവളുടെ ശരി നമ്മുടെ ശരി, നമ്മുടെ ശരി അവളുടെ ശരിയാവണമെന്നില്ല. അതെനിക്കറിയില്ല. തെളിയിക്കാൻ പോകുന്നത് അവളുടെ ശരി കേട്ടോ. അമ്മയ്ക്ക് വലിയ കോൺഫിഡൻസ്. പക്ഷെ അമ്മയുടെ ശരി നമ്മുടെ ശരി ആവണമെന്നില്ല. 10 രൂപ കൊണ്ട് വീട്ടിൽ പോകും, അത്രല്ലേ ഉള്ളൂ. 10,000 രൂപ ചേർത്തല ഇവിടെ അടുത്തല്ലേ, വണ്ടിക്കൂലിക്ക് അത്രയൊന്നുമില്ല. ഇപ്പൊ ഈ കോവിഡ് കാലമൊക്കെ ഒന്ന് അടങ്ങിയിരിക്കാനും ഒമിക്രോണിന്റെ ശക്തി കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പൊ എങ്ങനെയാ നമ്മുടെ അവസ്ഥ? മോശമാണ്, വളരെ മോശമാണ്. ഡിസംബറിൽ ഒന്ന് ഓപ്പൺ ആയതായിരുന്നു, ഷോസ് ഒക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, ഇപ്പൊ വീണ്ടും ക്ലോസ്. ഇത് ഇങ്ങനെ പോയാൽ എങ്ങനെ ജീവിക്കും മനുഷ്യര്? ഞാനും അത് ആലോചിക്കുന്നു. കലാമണ്ഡലം ഗോപി മാഷ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, കലാകാരന്മാരുടെ ജീവിതം കട്ടപ്പോകുകയാണെന്ന്. ഓപ്ഷൻ ബി റഷ്യ. അമ്മയുടെ സഹായത്തോടെ ബഹുമാന്യായ ഗായിക കം കമ്പോസർ കം എഴുത്തുകാരി പറഞ്ഞ ഉത്തരം ശരിയാണ്. അമ്മയാണ് അമ്മ. അമ്മ രക്ഷപ്പെട്ട് കേട്ടോ. തീവണ്ടിക്ക് തലവെച്ചുള്ള ഒരു അംശം അമ്മയ്ക്ക്. അമ്മ ഇങ്ങനെ പേടിച്ചിരിക്കുവായിരുന്നു. കാര്യം ഇത് എന്തെങ്കിലും അപകടം വന്നാലേ ആജീവനാന്തം എത്ര ലക്ഷം ആൾക്കാരാ കാണുന്നത്. ഇരുന്ന് ഒരു ഉത്തരം പറഞ്ഞ് കുട്ടിയേട്ടാ 2 ലക്ഷം രൂപ കൈ കിട്ടി. പുള്ളി കടകൂട്ടി പുള്ളി വന്ന്. ഗൗരി ലക്ഷ്മി, താങ്കൾക്ക് വളരെയധികം ഭക്ഷണം ഇഷ്ടമാണ് എന്നറിയാം. ഈ അടുത്ത ദിവസം കുനാഫ എന്ന ഭക്ഷണം കഴിച്ച് കരഞ്ഞ ഒരു കഥയുണ്ടല്ലോ. അതേത് ഭക്ഷണം കരഞ്ഞു? കുനാഫ എന്ന് പറഞ്ഞ ഒരു അറബിക് ഡിസേർട്ട് ആണ്. അത് കഴിച്ചിട്ട് കണ്ണെന്നൊക്കെ വെള്ളം വന്നു എനിക്ക്. കണ്ണിന് വെള്ളം വന്നു. ഞാൻ മുന്നേ കുനാഫ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ഭയങ്കര ബെസ്റ്റ് കുനാഫ എവർ ടേസ്റ്റ് ആയിരുന്നു. ഇല്ല, ഇവിടെ നമ്മുടെ കൊച്ചി തന്നെ കഴിച്ചത്. വിദേശത്ത് പോയി കഴിച്ചത്, ലൈക് ബാലിയിലൊക്കെ പോയി കഴിച്ച വേറെ ഒരുപാട് ഫുഡ് ഉണ്ട്, പക്ഷെ ഇതെനിക്ക് മാറി ഭയങ്കര ഷോസുമായിട്ട് വിദേശത്തൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ലൈഫിലെ നമ്മുടെ ഈ അസുഖം, താങ്കളുടെ സ്വസിദ്ധമായി ഈ അസുഖം അടിച്ചു കഴിയുമ്പോഴേ ഈ ഡിപ്രഷൻ അടിക്കാറുണ്ടോ? പിന്നെ അതിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ? വളരെ ഹൈ ഡിപ്രഷനിൽ പോകും. പിന്നെ പോവും. ഹൈ ഡിപ്രഷനിൽ പോയാൽ ഏറ്റവും പാരമ്പര്യത്തിൽ പോയപ്പോ നമ്മൾ എന്താ ചെയ്തത്? ഇതിങ്ങനെ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നൊന്നുമില്ല, മനസ്സിനകത്ത് ഉള്ളിൽ അങ്ങോട്ട് അത് സെറ്റ് ചെയ്ത് ഒരു സൈഡ് ഉത്സവമായിരിക്കും. അവിടെ ഭയങ്കര കോമഡി ആയിരിക്കും. ഇപ്പൊ പക്ഷെ അതിനെയൊക്കെ ഒരു തമാശയോടെ സമീപിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് നമ്മുടെ ക്യൂബൻ തെറാപ്പിയുടെ ഒരു ആണ്. നതാനിയ ചെഗുവേര എനിക്ക് വളരെ ഇഷ്ടമായി കേട്ടോ. ഞാനൊരിക്കൽ അവരെ പരിചയപ്പെടും. ലേഡിയല്ലേ നതാനിയ ചെഗുവേര? ഹായ്, യു വിൽ മീറ്റ് വൺ ഡേ കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും. ഡിപ്രഷൻ അടിക്കാതെ വരാം. ഇനി അങ്ങനെ പ്രശ്നമുണ്ടല്ലോ, അവര് എന്തിനാണ് വരുന്നതെന്നുള്ള ചോദ്യമില്ലേ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് താങ്കളുടെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ശാഖയുണ്ടല്ലോ, ഒരു പക്ഷേ താങ്കൾ തന്നെ വെട്ടി തുറക്കുന്ന പാതയാണോ അത്? അതിനെ കുറിച്ച് പറയും. അതാണ് നമ്മൾ പറയാത്ത, ടച്ച് ചെയ്യാത്ത സ്ഥലം. അതെ, ഞാൻ എന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റിലീസ് എന്ന് പറയുന്നത് 5 വർഷം മുന്നേ ആയിരുന്നു. എന്റെ ഓൺ യൂട്യൂബ് ചാനൽ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തോണി എന്നായിരുന്നു ഫസ്റ്റ് പാട്ടിന്റെ പേര്. തോണി. അടുത്ത ഇനിയിപ്പോ എന്റെ അടുത്ത ഒരു മെയിൻ ചെയ്യണം. പ്രേക്ഷകർ എങ്ങനെയാ? ഉണ്ട്. ഒരു കൊമേഴ്ഷ്യൽ മ്യൂസിക് അക്കാഡമിക് അല്ല, നല്ലൊരു ഓഡിയൻസ് ഉണ്ട്, ഇല്ലായ്മയൊന്നുമില്ല, ഉണ്ട്. ഇല്ല, കൂടിയാണ് വരുന്നത്. യൂട്യൂബ് ചാനൽ ഇപ്പൊ ഈ തോണിയുടെ വ്യൂവർഷിപ്പ് ഇസ് ലൈക്ക് 1.5 മില്യൺ എന്തോ ഉണ്ട്. അപ്പോ ഈ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഗൗരി ലക്ഷ്മി. അപ്പൊ ഗൗരി ലക്ഷ്മിയുടെ ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചില ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണാം. വേണമെങ്കിൽ ഇൻഡിപെൻഡന്റും കവേഴ്സും നമ്മുടെ ലൈവ് ഷോസും കവർ ഷോസ് ഒക്കെ ഉണ്ട്. കവർ ഗാനങ്ങൾ. ഈ കവർ ഗാനങ്ങൾ എന്ന് പറഞ്ഞ ആ രീതിയെ കുറിച്ച് ചില ആൾക്കാരൊക്കെ എതിർക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തു വെച്ച പാട്ടുകളൊക്കെ നിങ്ങളെടുത്ത് ചീത്തയാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് ഈ കവർ സോങ്? അതിപ്പോ ഒരാൾക്ക് പാട്ട് കേൾക്കാൻ ഉള്ള താല്പര്യം പോലെ തന്നെ അല്ലേ അത് പാടാനുള്ളൊരു അവകാശം എന്ന് പറയുന്നത്. അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണ്ട, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞോളൂ. അപ്പൊ അതൊരു ആർട്ടിസ്റ്റിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അയാളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അതെന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. അത് അപ്പൊ ഈ കവർ ചെയ്തതിൽ ഏറ്റവും ഒരു ജനശ്രദ്ധ നേടിയ ഒരു മാസ് അപ്പീൽ ഉണ്ടായ പാട്ട് ഏത് പാട്ടായിരുന്നു? ഒന്ന് രുക്കുമണി ഒരുപാട് പോയിരുന്നു. പിന്നെ കേരള സോങ് എന്ന് പറഞ്ഞ പാട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ഹിപ് ഹോപ്പ് തമിഴയുടെ ഒരു പാട്ടാണ് കേരള സോങ്. ഇപ്പൊ ആരോ നെഞ്ചിൽ തന്നെ ഒരു വേർഷൻ കിടപ്പുണ്ട്, അത് ഭയങ്കരമായിട്ട് കയറിയായിരുന്നു.
തെറിയാ? ഗോദല പാട്ട് അല്ല, ഭയങ്കരമായിട്ട് കേറിയായിരുന്നു. ഭയങ്കര തെറി കേട്ടോ? ഇല്ല, അതിനധികം തെറി വന്നിട്ടില്ല. അത് ഇല്ല. ഈ തെറിയെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടല്ലേ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതൊന്ന് കേൾക്കാം. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനെ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഒരു തൂവൽ തെന്നലുമെല്ലേ മനമാകെ വന്നൊഴിയുമ്പോൾ അറിയാതെ കണ്ണുകളെന്തേ തേടി പെൺമണിയാളെ. സാജന സാജന. ഓക്കെ, ഗുഡ്. താങ്ക് യു. അപ്പൊ ഇനി 3 ലക്ഷം രൂപയുടെ ചോദ്യം. 3 lakhs. ശരി. മോണിറ്റർ. ഏത് രാജ്യത്താണ് ബാറ്റ്മാൻ സിറ്റി? ഓപ്ഷൻ എ സ്വീഡൻ, ഓപ്ഷൻ ബി ബൾഗേറിയ, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി തുർക്കി, ഓപ്ഷൻ ഡി സ്പെയിൻ. തെറ്റിയാൽ 20,000 രൂപ, പിൻവാങ്ങിയാൽ 1 ലക്ഷം രൂപ, വിജയിച്ചാൽ 3 ലക്ഷം രൂപ. രാജ്യത്താണ്. ഏത് രാജ്യത്താണെന്നാണ്? ഒരു പിടിവെള്ളിയില്ല, എല്ലാ പിടിവെള്ളിയും തീർന്നു. 2 ഉത്തരം സെലക്ട് ചെയ്താൽ നമുക്ക് മണി ഷെയർ കളിക്കാം. അതായത് 3 ലക്ഷം രൂപ പകത്ത് വെക്കാം. അതിലൊരു ഉത്തരം ശരിയാണെങ്കിൽ ആ ഉത്തരത്തിൽ എത്ര പൈസ വെക്കുന്നു ആ പൈസയും കൊണ്ട് പോവാം. പക്ഷെ തെറ്റിപ്പോയാൽ വീണ്ടും നമ്മുടെ 20,000 രൂപ ബാക്ക് ടു സ്ക്വയർ വൺ. ഞാനിപ്പം കംപ്ലീറ്റ്ലി വിട്ടാലോ? വിട്ടാൽ ഇപ്പൊ 1 ലക്ഷം രൂപ. നല്ല നിലവാരത്തിലാ. വീട്ടില് പൈസക്ക് ആക്രാന്തമുള്ള ആരാ? ആക്രാന്തമല്ല, ഇതൊരു ആവശ്യമല്ലേ? അല്ല, വീട്ടിലെന്നാലും പൊതുവെ അല്ല, അക്കൗണ്ടിങ് എല്ലാം ഒരുപാട് പൈസ ആവശ്യമുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറവ്, ആർത്തി കുറവുള്ള ആൾക്കാരാ. കുറച്ച് ആർത്തി ഞാൻ എനിക്കും ഗണേശനും ഉള്ളത്. ഇവർക്കാണ് കുറച്ച് ആർത്തി ഉള്ളത്. ഇവർക്കല്ലേ? നമ്മളാണ് അതിനകത്ത് പിന്നോക്കം നിൽക്കുന്നത് അല്ലേ? ഓക്കെ, അമ്മ വലിയൊരു ധനാട്ടിയാവും. താങ്ക് യു. അത് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അമ്മയെ കണ്ടപ്പോ തോന്നി അമ്മയ്ക്ക് ഒരു പണക്കാരിയുടെ ലുക്ക് ഉണ്ട്. താങ്ക് യു. നാക്ക് പൊന്നാവട്ടെ. വീടൊക്കെ വെച്ചോ? ഇപ്പൊ വീടൊക്കെ വെച്ചോ? വീട് വെച്ചു. നിങ്ങളെല്ലാം ഒന്നിച്ചല്ലേ താമസിക്കുന്നത്? ഞാനും ഗണേഷും. ഇവര് തറവാട്ടിലാണ് താമസിക്കുന്നത്. അവരെ തറവാട്ടിൽ ഒതുക്കി നമ്മള് ഇവിടോട്ട് മാറി അല്ലേ? ഇസൈക്കൂടെ നിന്നല്ലേ സംഗീതത്തിന്റെ പേരിലാവും അല്ലേ? വീടൊക്കെ വെച്ച് നല്ലൊരു തുടക്കമാ. അതിന്റെ ക്ഷീണമുണ്ടോ? അതിന്റെ കുറച്ച് EMI ക്ഷീണമുണ്ട്. അത് ഗണേശനെ ഏൽപ്പിച്ചേക്ക്. അതാണ് പുള്ളി ഒരു EMI സ്പെഷ്യലിസ്റ്റ്. പുള്ളി EMI സ്പെഷ്യലിസ്റ്റ്. എന്തെങ്കിലും ഒന്നില് 1 രൂപയില് സെറ്റ് ആവാൻ തോന്നുന്നു. മനസ്സങ്ങനെ പറയുന്നു. അതെനിക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ മത്സരത്തിൽ ഞാൻ കിട്ടിയിരുന്നു എന്ന് തഥാഗതന്റെ താല്പര്യപ്രകാരം പറയേണ്ടി വരും. ഓക്കെ, ശരി, ഞാൻ ഈ മത്സരത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്നു. ഗൗരി ലക്ഷ്മി, ഗായിക കം കമ്പോസർ കം ലിറിസിസ്റ്റ്, താങ്കൾ ഈ വിജ്ഞാനത്തിന്റെ വേദിയിൽ നിന്ന് വിടവാങ്ങുന്നു, ക്വിറ്റ് ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ശരി. ഈ കല്യാണ വീട്ടിൽ ഞാൻ ദുഃഖപാൻ്റെ അടിച്ചു എന്ന് വിചാരിക്കരുത്. ഞാനിപ്പം കൺഗ്രാറ്റുലേഷൻസ് പിന്മാറിയതിന് അടിച്ചു. അങ്ങനെ അടിച്ചു പോയതാ ശീലം കൊണ്ട്. 1 ലക്ഷം രൂപ ഇപ്പൊ ഉണ്ട്. ചേർത്ത് വെക്കാവുന്ന 2 തലകൾ ചേർന്നപ്പോ 1 ലക്ഷം രൂപ ബാക്കിയിട്ടില്ലേ? ചെറിയ കാര്യമാണോ? ഓക്കെ, ഇനി ഒരു ഉത്തരം പറഞ്ഞത് നന്നായിരുന്നു. പൈസ അഫക്ട് ചെയ്യത്തില്ല. സ്വീഡനോ ബൾഗേറിയയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ബൾഗേറിയ അക്ഷരം കൊള്ളാം അല്ലേ? കൊള്ളാം, കാണാൻ നല്ല രസമുണ്ട്. ബൾഗേറിയ, സ്വീഡൻ, ബൾഗേറിയ. സ്വീഡൻ മോശമാണോ? അല്ല, അതിലേതെങ്കിലും തുർക്കി അല്ലെന്ന് എനിക്ക് തോന്നുന്നു. തുർക്കി എല്ലാം തോന്നുന്നു. ഞാനൊരു സത്യം പറയാം. ഓപ്ഷൻ ഡി തുർക്കിയാണ് ശരി ഉത്തരം. കാര്യമായിട്ട് വെരി സീരിയസ്. ബാറ്റ്മാൻ സിറ്റി, ബാറ്റ്മാൻ യൂണിവേഴ്സിറ്റി, ബാറ്റ്മാൻ റിവർ എല്ലാം, ബാറ്റ്മാൻ മുനിസിപ്പാലിറ്റി വരെ ഉണ്ട് അവിടെ തുർക്കിയില. ഓപ്ഷൻ ഡി ശരി ഉത്തരമാണ്. അപ്പൊ 1 ലക്ഷം രൂപയുമായി നമ്മൾ പിൻവാങ്ങുന്നു. അപ്പോ ഈ യൂട്യൂബിൽ വന്ന് പ്രതികരിച്ച നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാരും കേട്ടോ, തെറിയുണ്ട് അഭിഷേകം ചെയ്തവരും പൊങ്കാലയിട്ടവരും ഒക്കെ കേൾക്കി നമ്മൾ നമ്മുടെ യൂട്യൂബിലേക്ക് ആൾക്കാരെ കൂടുതൽ വിളിക്കുന്നുണ്ടെന്ന് പറയാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾക്കാർ കാണുമല്ലോ. അതെ, അപ്പൊ എല്ലാവരും വന്നിട്ട് വീഡിയോസ് കാണുക. ഗൗരി ലക്ഷ്മി, GOWRYLEKSHMI. ജീവിച്ചു പോകണമെങ്കിൽ നിങ്ങൾ വരണം അല്ലേ? വരാതിരിക്കരുത്. വരാതിരിക്കില്ല. താങ്ക് യു ഗൗരി ലക്ഷ്മി. നല്ല നിമിഷങ്ങളായിരുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ചെയ്യാം. ചെക്ക് വാങ്ങിക്കാം. കുട്ടേട്ടാ, ലെവൽ 1.
ഗൗരി ലക്ഷ്മി, അപ്പൊ നമ്മള് 1,00,000 രൂപയുടെ ചെക്ക് നമ്മൾ ഒപ്പിടുന്നു. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചൊക്കെ സന്തോഷമായിട്ട്. ഗൗരി ലക്ഷ്മി H ആണോ ഇനിഷ്യല്? H, yes. ഗുഡ് ഇനിഷ്യൽ. Thank you. Thank you. This is certificate of participation. Thank you ഇതിൽ so much. പങ്കെടുത്തതിന് ആദരപൂർവ്വം നമ്മൾ നൽകുന്നു. Thank you. Thank you so much. വളരെ സന്തോഷം. Thank you. അപ്പോ Thank ഗൗരി you. ലക്ഷ്മി, യു ആർ വെരി ബോൾഡ്. കരുത്തയാണ് Thank you. കേട്ടോ. Thank you. നല്ല ചിന്തകളുണ്ട് മനസ്സിൽ. അപ്പൊ മ്യൂസിക് തെറാപ്പിയിലൂടെ മുന്നോട്ട് പോവാ. ലക്ഷക്കണക്കിന് പ്രേക്ഷകരെ ഉണ്ടാക്കുക. വിജയത്തിന്റെ വഴി Thank ഇവിടെ. you. Thank you so much. താങ്ക് യു. താങ്ക് യു. ഇതൊക്കെയാണ് നമ്മുടെ ഗൗരി ലക്ഷ്മി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലൊക്കെ പോയി ഒന്ന് സഹായിച്ചു കൊടുക്കുക. ചിലപ്പോൾ അറിയാൻ പറ്റില്ല, ലോകം അറിയുന്നൊരു സംഗീതജ്ഞയായി മാറിയാലോ. ഇന്ന് ഇത്രയും മതി. ഗുഡ് ബൈ.